കുടുംബസമേതം സ്വർഗത്തിലേക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അതൊക്കെ ഭയങ്കര വലിയ സ്വപ്നം മാത്രമാണ് എന്ന് ചിന്തിക്കുന്നവർ ഒരുപക്ഷെ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ടാകാം. എന്നാൽ ഇസ്ലാം നമ്മോട് പറയുന്നത് നമ്മുടെ കുടുംബത്തെ സ്വർഗത്തിലേക്ക് വേണ്ടി ഒരുക്കാനും അതിനുവേണ്ടി പണിയെടുക്കുവാനും അധ്വാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ കുടുംബമാണ് നമ്മുടെ സന്തോഷത്തിന്റെ പൂർണ്ണത എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ചെന്നാൽ ആ ആവശ്യം കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നത്, പറയുന്നത് കുടുംബത്തിലേക്ക് തിരിച്ചെത്തണം, ഭാര്യയെ കാണണം, മക്കളെ കാണണം. ഇനി ഒരുപക്ഷെ നമ്മൾ പോയ സ്ഥലവും നമ്മൾ എത്തിപ്പെട്ട പ്രദേശവും നമ്മുടെ വീടിൻ്റെയും നമ്മുടെ പ്രദേശത്തിൻ്റെയും എല്ലാം അപേക്ഷിച്ച് നല്ല ഭംഗിയുള്ള സ്ഥലമാണെങ്കിൽ കൂടി വീടിനേക്കാൾ നല്ല ഭക്ഷണവും സൗകര്യവും നമ്മൾ പോയ ഇടത്തിലുണ്ടെങ്കിലും പരിമിതമായ നമ്മുടെ വീടിൻ്റെ സൗകര്യത്തിലേക്ക് ചുരുങ്ങണം, വരണം. കാരണം നമ്മുടെ സന്തോഷം അതാണ്. നമ്മുടെ എല്ലാം നമ്മുടെ കുടുംബമാണ്, നമ്മുടെ ഭാര്യയാണ്, മക്കളാണ്, ഭർത്താവാണ്, ഉപ്പയും ഉമ്മയും ജ്യേഷ്ഠാനുജ സഹോദരങ്ങളുമായി കഴിയണമെന്നതാണ് നമ്മളെല്ലാവരും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യാറുള്ളത്. എങ്കിൽ സഹോദരങ്ങളെ, ഈ കുടുംബം യഥാർത്ഥത്തിൽ ഇമ്പമുള്ളതാക്കി മാറ്റാൻ, സമാധാനമുള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് വീടകങ്ങളിൽ ഒരുപാട് അസ്വസ്ഥതകളും പ്രയാസങ്ങളും പരിഭവങ്ങളും നമ്മൾ ഒട്ടേറെ കേൾക്കുകയും പുറത്തേക്ക് വരികയും ചെയ്യാറുണ്ട്. പ്രയാസപ്പെടേണ്ടതില്ല, സ്വസ്ഥമായി ജീവിക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണ്? ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ എന്നാണ്. എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വരും. ആ മാർഗദർശനം അനുസരിച്ച് ആരാണോ ജീവിക്കുന്നത് ആ ജീവിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ സ്വസ്ഥമായി സമാധാനപരമായി കഴിഞ്ഞുകൂടാൻ സാധ്യമാവുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ മറ്റൊരു അത്ഭുതം ഉണ്ടെന്നറിയോ? ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ നമ്മുടെ ഭാര്യയിൽ നിന്ന്, നമ്മുടെ മക്കളിൽ നിന്ന്, നമ്മുടെ ഭർത്താവിൽ നിന്ന്, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് എന്ന് വേണ്ട നമ്മുടെ ഈ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? ചില ആളുകൾ പറയും കുറേ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് സമാധാനമായിരുന്നു. ഇല്ല. നല്ല വീടുണ്ടായിരുന്നെങ്കിൽ ഒരു സമാധാനമായിരുന്നു. അതുമല്ല. അതല്ലെങ്കിൽ ഒരുപാട് അധികാരവും സ്വാധീനവും ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ സമാധാനത്തോടു കൂടി ജീവിക്കാം എന്നതുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ അറിയോ? മൻ അമില സ്വാലിഹ എന്നാണ്. മൻ അമില സ്വാലിഹ, ആരാണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, മിൻ ദക്കരിൻ ഔ ഉൻസ, അതിൽ ആണാകട്ടെ പെണ്ണാകട്ടെ. ഒരു വിഭാഗത്തെ മാത്രമല്ല പറഞ്ഞത്, ഒരു പെണ്ണ് ഒരു ആണ്, അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഏത് രൂപത്തിൽ? വഹുവ മുഅ്മിനുൻ, അവർ വിശ്വാസപൂർവ്വം നിർവഹിക്കുന്ന ആളുകളാണെങ്കിൽ. അപ്പൊ വിശ്വാസം ഉണ്ടാകണം, ഈമാൻ ഉണ്ടാകണം. രണ്ടാമത്തത് പറഞ്ഞത് സൽക്രമങ്ങൾ ഉണ്ടാകണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അല്ലാഹു അവർക്ക് ഇവിടെ നല്ല ജീവിതം കൊടുക്കും, നല്ല സമാധാനം കൊടുക്കും, സ്വസ്ഥത കൊടുക്കും. ആ കുടുംബത്തിൽ ശാന്തി കളിയാടും. എന്തുണ്ടാകണം? ഈമാൻ ഉണ്ടാകണം, സൽക്രമങ്ങൾ ഉണ്ടാകണം. എന്നിട്ട് അല്ലാഹു നിർത്തിയില്ല. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിതിനേക്കാൾ വമ്പിച്ചത് നാളെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പൊ രണ്ട് ലോകത്തും പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹം കിട്ടണമെങ്കിൽ, സ്വർഗം ലഭിക്കണമെങ്കിൽ, ഈ ദുനിയാവിലും സമാധാന ജീവിതം കിട്ടണമെങ്കിൽ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന് വിശ്വാസമാണ്, രണ്ടാമത്തത്
സൽക്രമങ്ങളാണ്. ഇതുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും. ഇപ്പോൾ കുടുംബജീവിതം നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, അല്ലേ? ജീവിതം തന്നെ ഒരു പരീക്ഷണമാണ്. ആ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ തരണം ചെയ്തു പോകുമ്പോൾ രോഗമായി, കടമായി, ബാധ്യതകളായി, അതേപോലെ തന്നെ മരണങ്ങളായി പലതും ജീവിതത്തിൽ സംഭവിക്കും. അതെല്ലാം സംഭവിക്കുമ്പോൾ എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക? വിശ്വാസമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആത്മഹത്യ കൂടുന്നത്. സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള, വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കും ഇതെല്ലാം പടച്ചോൻ തീരുമാനിച്ചതാണ്. അള്ളാഹുവിൻ്റെ തീരുമാനമല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എനിക്കൊരു ദുരിതം ബാധിച്ചത്, എൻ്റെ മക്കൾക്കൊരു രോഗം വന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ജോലി പോയത്, എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയത്, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ് എന്ന സമാധാനമാണ് അവർക്കുണ്ടാകുക. അത് മാത്രമാണോ? അല്ല, അതിനപ്പുറം അവർക്ക് പ്രതീക്ഷ ഉണ്ടാകും. ഇതെല്ലാം തന്ന റബ്ബിന് ഇത് മാറ്റാനുള്ള കഴിവുമുണ്ട്, അല്ലേ? എനിക്കൊരു രോഗം ബാധിച്ചാൽ ആ രോഗം തന്നത് പടച്ചോനാണ്. ആ പടച്ചവന് തന്നെ ഇത് മാറ്റാനുള്ള പൂർണ്ണമായ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന നിർഭയത്വവും സമാധാനവും എത്രത്തോളമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മാ അസ്വാബ മിൻ മുസീബത്തുൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബർഅഹാ. നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ ദേഹങ്ങളിലോ അല്ലെങ്കിൽ ഈ ഭൂമിയിലോ ഒരു ആപത്തും ബാധിക്കുക ഉണ്ടായിട്ടേയില്ല. എങ്ങനെയല്ലാതെ? അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ. നമ്മുടെ കൈയൊടിഞ്ഞു, അല്ലേ? ഇപ്പം നമ്മൾ പറയും എത്രയോ മനുഷ്യന്മാർ അത് ആ വഴിയിലൂടെ പോയതാണ്, അവരൊന്നും ആ കുഴിയിൽ വീണില്ല, ഞാൻ അവിടെ വീഴുന്നത് അല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചതിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്തിയതാണ്. ഇത് നമ്മൾ ജനിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചതാണ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിപ്പോൾ ഒരു ഭാര്യ നമുക്ക് കിട്ടിയെങ്കിൽ ആ ഭാര്യനെ കുറിച്ച് നമ്മളതാ മനസ്സിലാക്കേണ്ടത്. ഒരു ഭർത്താവിനെ കിട്ടിയെങ്കിൽ ആ ഭർത്താവിനെ കുറിച്ച് നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഇങ്ങനത്തൊരു മനുഷ്യൻ്റെ കൂടെ അല്ലെങ്കിൽ ഇങ്ങനത്തൊരു പെണ്ണിൻ്റെ കൂടെയാണല്ലോ ജീവിക്കേണ്ടത് എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മറിച്ച് ഇതും അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഇപ്പോൾ സാധാരണഗതി നമ്മൾ തമാശക്ക് പറയലുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ പോകാൻ, ആ പോകുന്ന സമയത്ത് ഭർത്താവ് ഈ ഭാര്യയേക്കാൾ നല്ല സൗന്ദര്യമുള്ളൊരു സ്ത്രീയെ റോട്ടിൽ കണ്ടാൽ എന്താ പറയാ, അല്ലേ? ഞാനൊക്കെ പെണ്ണാലോചിച്ച് നടക്കുന്ന സമയത്ത് ഈ പെണ്ണുങ്ങളൊക്കെ എവിടെയായിരുന്നു, എന്നിട്ടൊക്കെ ഇങ്ങനത്തെ ഒരു സാധനത്തിനാണല്ലോ എനിക്ക് കിട്ടിയത് എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ ഭാര്യമാർ തിരിച്ചും പറയും, ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അല്ലേ? ചിലപ്പോൾ കോളേജിൻ്റെ പടി വരെ കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും പറയുന്നത് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എത്രയോ ആളുകൾ എനിക്ക് ലെറ്ററും കാര്യങ്ങളായിട്ട് വാപ്പാൻ്റെ അടുത്തൊക്കെ വന്നിരുന്നു, എന്നിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മോയന്തനാണല്ലോ എനിക്കും കിട്ടിയത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ പിന്നെന്ത് സമാധാനമുള്ളത്? അപ്പം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതിലേക്കാണ് നമ്മൾ എത്തിയത്. അതുകൊണ്ടാണ് ആരെ കണ്ടിട്ട് പറ്റാഞ്ഞിട്ട് നമുക്ക് അവളെ കണ്ട് പറ്റിയത്. നമ്മൾ ഉമ്മ ചോദിച്ചു എനിക്ക് എങ്ങനെ പറ്റി, അല്ലേ? വാപ്പ ചോദിച്ചാൽ എങ്ങനെ പറ്റിയത്, അല്ല എനിക്ക് കുഴപ്പമില്ല. ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ടാണ് പൂർവികരിൽപ്പെട്ട ഒരാൾ തൻ്റെ ആദ്യ രാത്രിയിൽ ഭാര്യ പറഞ്ഞ വാചകം എന്താ അറിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് എന്നെ തെരഞ്ഞെടുത്തത് എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അല്ലെങ്കിൽ എൻ്റെ പിതാവാണ് നിങ്ങളെനിക്ക് തെരഞ്ഞെടുത്തത് എന്ന് ഞാനും വിചാരിക്കുന്നില്ല. ഇദാ ഖലല്ലാഹു അംറൻ കാന മഫ്ഊല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിച്ചാൽ അതാണ് നടക്കുന്നത് എന്നാണ്. മനസ്സിലാവുണ്ടോ? എൻ്റെയൊക്കെ മക്കള് അങ്ങനല്ല പറയേണ്ടത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന സന്താനങ്ങളാണ്. ഇത് വേറെ ആരിലേക്കും പോകില്ല. ഇത് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും ചിന്തിച്ചാൽ കിട്ടുന്നൊരു സമാധാനം അത് വേറെ തന്നെയാണ്. മനസ്സിലാവുണ്ടോ? നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ വാഹനത്തിൻ്റെ ടയറൊന്ന് പൊട്ടിയാൽ അപ്പോഴും പറയും അൽഹംദുലില്ലാ. നമ്മളിപ്പോൾ വീട്ടിലേക്ക് ഇത് കഴിഞ്ഞ് കയറി ചെല്ലുന്ന സമയത്ത് വീടിൻ്റെ ഒരു ഭാഗം തകർന്ന് കിടക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാ. ഇത് പറയാൻ ആർക്കാ സാധിക്കുക? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതാണ് എന്ന് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. മനസ്സിലാവുണ്ടോ? അവിടെ അവർക്ക് സമാധാനമാണ്, സ്വസ്ഥതയാണ്. കാരണം എന്താ? നമ്മളെല്ലാവരും നമസ്കാര ശേഷം പറഞ്ഞൊരു വാചകമുണ്ട്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത എന്നാണ്. അല്ലാഹുവേ, നീ നൽകിയതിനെ തടയാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല, അല്ലേ? നീ തടഞ്ഞതിനെ തിരിച്ചു നൽകാനും ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല എന്നാണ്. അപ്പൊ നമുക്ക് പ്രതീക്ഷയായി, നമുക്ക് കിട്ടാനുള്ളത് വേറെ ആരിലേക്കും പോകില്ല എന്ന് മാത്രമല്ല, നമുക്ക് കിട്ടാനുള്ള ഒരു സാധനം ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ദുനിയാവിൻ്റെ വിഷയത്തിലാണെങ്കിൽ നമ്മൾ കുടിക്കാനുള്ള ഒരു മുറുക്ക് വെള്ളം ഉണ്ടെങ്കിൽ
ഒരു ഉരുള ചോറുണ്ടെങ്കിൽ അത് കഴിച്ചിട്ടേ നമ്മൾ പോകും. ഇപ്പം നമ്മൾ ധരിച്ച നമ്മുടെ വസ്ത്രം എത്രയോ ആളുകൾ വന്ന് ആ ടെക്സ്റ്റൈൽസിൽ അതിൻ്റെ ക്ലോക്ക് റൂമിൽ ചെന്നിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്, അതൊക്കെ ഇട്ട് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈഡും മറിഞ്ഞൊക്കെ നോക്കിയിട്ടും പറഞ്ഞത് ഇത് പറ്റണില്ല എന്ന്, അല്ലേ? പക്ഷെ അത് കാരണം എന്താണ്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചതാണ്. ഇപ്പോൾ സാധാരണഗതി നമ്മുടെ വീട്ടിൽ ഒരു നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു അതിഥി വന്നാൽ നമ്മൾ എന്താ പറയുക? അതവൻ്റെ തൊള്ളഭാഗ്യമാണെന്ന് പറയും ചിലവർ നാട്ടിൽ, അല്ലേ? അതവൻ്റെ തൊള്ളഭാഗ്യമാണെന്ന് പറയും. യഥാർത്ഥത്തിൽ തൊള്ളഭാഗ്യമാണോ? അല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതിലേക്ക് എന്ത് ചെയ്യും? എല്ലാവരും എത്തുമെന്നതിൽ ഒരു സംശയമല്ല. എന്നാൽ നമുക്ക് വിധിച്ചതോ വേറൊരാളിലേക്കും പോകില്ല, വേറെ ആൾക്കും അത് ലോകത്ത് കിട്ടൂല. എനിക്ക് വിധിച്ച ഒരു രൂപ ഉണ്ടെങ്കിൽ അതെൻ്റെ പക്കൽ തന്നെ വരും. എനിക്ക് വിധിക്കാത്ത ഒരു രൂപ ഉണ്ടെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും പാടുപെട്ടിട്ടും പണിയെടുത്തിട്ടും കാര്യമില്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതെനിക്ക് വിധിച്ചതല്ല. ഇത് സഹോദരങ്ങളെ ചിന്തിക്കുമ്പോൾ നമുക്ക് എത്ര സമാധാനം ഉണ്ടാകും ദുനിയാവിൽ, എത്ര സ്വസ്ഥത ഉണ്ടാകും. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കൊടുന്ന് വെച്ചേക്ക്. ഇന്ന് നമ്മൾ ആലോചിക്കുക, നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രയാസം വന്നൊരു പരീക്ഷണം വന്നു. ഉദാഹരണത്തിന് നമ്മളെ ഭാര്യയ്ക്കൊരു രോഗം വന്നു വിചാരിക്കുക, അല്ലേ? ആ രോഗത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എന്താ നിലപാട് സ്വീകരിക്കേണ്ടത്? നമ്മെ സംബന്ധിച്ചിടത്തോളം ആ രോഗം തന്നത് അള്ളാഹുവാണെങ്കിൽ ആ റബ്ബിനോടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും പറയേണ്ടതും. അതിൽ ആർക്കാ സംശയം? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ് എന്ന വിഷയത്തിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമല്ല. ഇവിടുത്തെ സുന്നിക്കുല്ല, മുജാഹിദിനുള്ള, ജമാഅത്തിനുള്ള, തബ്ലീഗിനുമില്ല, അല്ലേ? അള്ളാഹു കഴിവുള്ളവനാണ് എന്നത് ആർക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് എന്തെങ്കിലും ഒരു വിപത്ത് ബാധിച്ചാൽ ആ വിപത്തിനെ മാറ്റാൻ കഴിവുള്ളവൻ പടച്ചോനാണെങ്കിൽ ആ പടച്ചോനോട് പറയാൻ നമുക്ക് എന്തിനാണ് മടി? പ്രവാചകന്മാരുടെ കുടുംബം നമ്മൾ ആലോചിച്ചാൽ മതി. ആ കുടുംബത്തിന്റെ ഓരോ അവസ്ഥകൾ നമ്മൾ പരിശോധിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബജീവിതത്തിൽ പരീക്ഷണങ്ങൾ വന്ന വ്യക്തിയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബജീവിതത്തിൽ പരീക്ഷണങ്ങൾ വന്ന വ്യക്തിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുടുംബജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരിട്ട വ്യക്തിയാണ്. ഇവിടെല്ലാം ഏത് നിലപാട് അവർ സ്വീകരിച്ചു? എന്തിനധികം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ഇത് താങ്കളുടെ കുടുംബത്തിലേ പെട്ടവനല്ല എന്നാണ്. എങ്ങനെ? സ്വന്തം ബീജത്തിൽ പിറന്ന, രക്തത്തിൽ പിറന്ന മകനെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ഇത് താങ്കളുടെ കുടുംബത്തിൽ പെട്ടവനല്ല. കപ്പലുണ്ടാക്കി, അല്ലേ? അതിൽ കയറി രക്ഷപ്പെടാൻ പോകുന്ന ആ നിമിഷത്തിൽ മോനോട് പറയാണ് കയറിക്കോ? ഇല്ല, ഞാൻ വല്ല പർവ്വതത്തിന്റെ മുകളിലും പൊത്തിപ്പിടിച്ച് കയറി രക്ഷപ്പെട്ടോളാം എന്നാണ്. അള്ളാഹുവിനോട് പറയണം, അള്ളാഹു എൻ്റെ കുടുംബത്തെ നീ നിന്ദിക്കുകയില്ല, അപമാനിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് എൻ്റെ മകൻ, എൻ്റെ കുടുംബൻ, അവനെ രക്ഷപ്പെടുത്തണേ എന്നാണ്. നിങ്ങൾ ആലോചിച്ചോക്ക, അള്ളാഹ് അപ്പളാ പറഞ്ഞത് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, താങ്കളുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല. അപ്പൊ കുടുംബത്തിൽ പഠനമെങ്കിലും എന്താണ് ഏറ്റവും കാതലായ വശം? അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടാകണം, മുസ്ലിം ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ കുടുംബത്തിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ മെമ്പർമാരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ രേഖകളിലുണ്ടാകും. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസമില്ലാത്ത ഒരാളെ യഥാർത്ഥത്തിൽ കുടുംബത്തിന്റെ മെമ്പറായി കാണാൻ പറ്റില്ല എന്ന് പ്രമാണങ്ങൾ പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയ്ക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയ്ക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ 2 ഭാര്യമാരും നരകത്തിലേക്കാണെന്നാണ്. എന്നാൽ ഏറ്റവും വലിയ അക്രമിയായ ധിക്കാരിയായ ഫിർഔന്റെ ഭാര്യയ്ക്ക് കിട്ടിയ അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയത്. ആസിയ റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയത് ഹിദായത്താണ്, സന്മാർഗമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിശ്വാസമാണ്. ആ വിശ്വാസം കിട്ടിയപ്പോൾ ആ മഹദി സ്വർഗത്തിന്റെ അർഹതയുള്ളവളായി തീർന്നു. എന്നാൽ ആ മഹദിയുടെ ഭർത്താവ് നരകത്തിന്റെ വറകായി മാറും, ഒരു സംശയമില്ല, ഫിർഔൻ, അല്ലേ? അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് ബന്ധങ്ങൾ വരെ നിലനിർത്തുന്നത്. ഈ സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു പോയത്, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി, ഒരു പ്രയാസം വന്നാൽ ഇതേപോലെ പ്രവാചകന്മാർ തന്റെ ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങളെ നമ്മൾ ആലോചിച്ചാൽ മതി. ആലോചിച്ച് നമ്മൾ അത് മാത്രം ചിന്തിച്ചിരിക്കല്ല. അവരെന്ത് നിലപാട് ആ സമയത്ത് സ്വീകരിച്ചു? ഒന്ന്, ക്ഷമ അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ സമൂഹം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടാൻ പോകുന്ന നിമിഷത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം, താങ്കൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ എന്ന്. അത് പറഞ്ഞു, താങ്കളിൽ നിന്നാണ് എനിക്ക് ആവശ്യമില്ല. ആരിൽ നിന്ന്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നാണെങ്കിൽ എനിക്ക് ആവശ്യമില്ല.
ഇൽമുൻ അൻ ഹാലി കാഫിൻ അൻ സുആലി എന്നാണ്. എൻ്റെ അവസ്ഥ എൻ്റെ റബ്ബിനറിയാം, അതുകൊണ്ട് ഇത് തന്നെ മതി. ഏതാ മതി? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഇത് നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കാനുള്ളതല്ല. നമ്മുടെ വീടിൻ്റെ കാർപോർച്ചിലുള്ള കാറിൽ സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കാനുള്ള വാചകമല്ല ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്നത്. പ്രിയപ്പെട്ടവരെ, ആ വീട്ടിലെ മെമ്പർമാരുടെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങേണ്ട ഒരു വാചകമാണ്. എനിക്ക് ഭരമേൽപ്പിക്കുവാൻ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മതിയായവനാണ് എന്ന് പറയുന്ന ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബനാഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പിന്നെ എന്തു വന്നാലും പതറിപ്പോകുന്ന രംഗം ഉണ്ടാവില്ല. എന്നാ പിന്നെ അങ്ങനെയാണോ ഒന്നുള്ളത്? നമ്മൾ ചിന്തിക്കുക, ഒരു വീടിൻ്റെ മുറ്റത്ത് ഇത് ഒട്ടിച്ചു വെച്ചാലും പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ആ വീടിൻ്റെ 4 ഭാഗങ്ങളിൽ ഒരു ചെറിയ കുപ്പിയിൽ, ചുമക്കോ അല്ലെങ്കിൽ കഫക്കെട്ടിനോ വാങ്ങിയ ഒരു മരുന്നിൻ്റെ കുപ്പിയിൽ ഐക്കല്ല് അല്ലെങ്കിൽ ഏലസ് തകിട് അല്ലേ, അതിൽ അറബി അക്ഷരമാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും എഴുതിയിട്ട് അത് കെട്ടി അത് ചുരുട്ടി പിന്നെ കുപ്പിയുടെ ഉള്ളിലാക്കി വീടിൻ്റെ 4 ഭാഗത്തും അല്ലെങ്കിൽ 4 പുറത്തും എന്ത് ചെയ്യാറുണ്ട്? അത് കെട്ടി തൂക്കിയിടാറുണ്ട്. വീടിൻ്റെ മുന്നിലെ സ്റ്റിക്കർ എന്താണ്? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, അല്ലാഹുവേ ഞാൻ നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഇവർ വീട് വിട്ടിറങ്ങുമ്പോൾ മനസ്സിൽ വിചാരിക്കണം എന്താ? ആ വീടിൻ്റെ 4 ഭാഗത്തും കുപ്പിയുണ്ട്, ഇനി വീടിനൊരു അപകടം പറ്റൂല. അപ്പൊ ഏതിലാ ഭരമേൽപ്പിച്ചത്? ഏതിലാ ഭരമേൽപ്പിച്ചത്? സഹോദരങ്ങളെ, വിശ്വാസം പോയാൽ പിന്നെ പലതിനെയും നമ്മൾ പേടിക്കേണ്ടി വരും. ഈമാൻ പോയാൽ പിന്നെ നമ്മൾ ദുർബലരാകും. ഈമാൻ ഉണ്ടെങ്കിലോ നമുക്ക് ധൈര്യമാണ് കിട്ടുക, നമുക്ക് സമാധാനമാണ് കിട്ടുക, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള കരുത്താണ് കിട്ടുക. ഈമാൻ നഷ്ടപ്പെട്ടാലോ കറുത്ത പൂച്ചനെ പേടിക്കേണ്ടി വരും, കാലം കോഴിനെ പേടിക്കേണ്ടി വരും. എന്തെല്ലാം പേടിയാണ്, ഭയമാണ്, എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ. ആരുടെ വിഷയത്തിൽ? അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന മുസ്ലിമിന്റെ കുടുംബങ്ങൾ വരെ എന്തെല്ലാം തെറ്റായ അന്ധവിശ്വാസങ്ങൾ നടക്കുന്നുണ്ട്. ഒരു രാവിലെ സുബഹി കഴിഞ്ഞിട്ട് വീടിൻ്റെ അമ്മർത്തൊരു പാമ്പിനെ കണ്ട് അതിനെ നമ്മൾ തല്ലിക്കൊന്ന്. അത് കഴിഞ്ഞ് ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും വീടിൻ്റെ പിന്നിലൊരു പാമ്പിനെ കണ്ട് അല്ലേ, അപ്പോൾ അതിനെയും തല്ലിക്കൊന്ന്. അസ്ർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാമ്പിനെ കണ്ട്, അപ്പോൾ പേടിയായി, ഇതെന്തോ അല്ലേ, ഇതെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ നേരെ ഏതെങ്കിലും ഒരു ഇതിൽ ചെല്ലും, എന്നിട്ടോ ആ വീടിൻ്റെ 4 ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മന്ത്രി ചോദിയിട്ട് എന്ത് ചെയ്യുക? വെള്ളം ഒഴിച്ചിട്ടാൽ പിന്നെ അത് പോകുന്നാണ് പറയുക. പ്രത്യേകിച്ച് ഈ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും എല്ലാം പടുകുഴിയിൽ വീണിട്ടുള്ളത് മുസ്ലിം സഹോദരിമാരാണ്. ഇപ്പം ഞാനൊരു ചുരുക്കം കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പം മൂക്ക് ചൊറിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു വിശ്വാസം ഉണ്ട്, എന്താണ്? ആരോ കുറ്റം പറയുന്നുണ്ട് അല്ലേ. കൈ ചൊറിഞ്ഞാൽ എന്താ പറയുക? പൈസ കിട്ടാനുണ്ട് അല്ലേ. കാലം കോഴി കരഞ്ഞാൽ എന്താ പറയുക? വീട്ടിൽ മരണം നടക്കാനുണ്ട്. കാക്ക കരഞ്ഞാൽ എന്താ പറയുക? അതിഥി വരാനുണ്ട്. നമ്മൾ ഒരുങ്ങി കെട്ടി പോണ സമയത്ത് ഒരു പൂച്ച കുറുകെ ചാടിയാൽ എന്താ പറയുക? ദുശകുനമാണ്, ആ യാത്ര ശരിയല്ല. രാത്രി കണ്ണാടി നോക്കാൻ പാടില്ല അല്ലേ, രാത്രി കണ്ണാടി നോക്കാൻ പാടില്ല, രാത്രി മുടി ചീകാൻ പാടില്ല, വീടിൻ്റെ ഉള്ളിൽ നിന്ന് നഖം വെട്ടാൻ പാടില്ല. മനസ്സിലാവുണ്ടോ? വീടിൻ്റെ ഉള്ളിൽ നിന്ന് നഖം വെട്ടാൻ പാടില്ല. ഉള്ളിയുടെ തോല് അത് കത്തിക്കാൻ പാടില്ല, പിന്നെ എടുത്തേക്കണം, പാത്ത് വെക്കണം ശരിക്ക് അല്ലേ. ഉള്ളിയുടെ തോല് കത്തിക്കാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം വിശ്വാസങ്ങളുണ്ട്. പിന്നെ നാട്ടിൽ പച്ചലിപ്പോത്ത്, പുലിപ്പോത്ത് അല്ലെങ്കിൽ പുൽച്ചാടി എന്ന് പറഞ്ഞ സാധനം, അത് വീടിൻ്റെ ഉള്ളിൽ വന്ന വിശ്വാസം എന്താ അറിയോ? വീട്ടിൽ പൈസ വരുന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പറമ്പിലെ ഫുള്ള് പുൽച്ചാടിനെ പിടിച്ച് വീട്ടിലിരുത്തുക, എന്നിട്ട് ഭാര്യയും ഭർത്താവും വീട്ടിൽ കുത്തിരിക്കുക, പൈസ വരുമോ? ഇല്ലല്ലോ. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇങ്ങനെ എന്തെല്ലാം വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ എത്ര ഇപ്പോൾ കുട്ടികൾ കാലാട്ടിയാൽ വരെ പറ്റൂല. കുട്ടികൾ കാലാട്ടിയാൽ വാപ്പാക്ക് കടം വരുന്നതാണ്. ആ കുട്ടികൾക്ക് കാലാട്ടാനുള്ള സ്വാതന്ത്ര്യം പോലും നമ്മൾ നിഷേധിച്ചു അല്ലേ. മുരിങ്ങ വളർന്നാൽ അപകടമാണെന്നാണ്. അതിപ്പോൾ ആർക്കും അറിയാം, മുരിങ്ങ വളർന്നാൽ അപകടമാണ്, വലിയ ഉറപ്പില്ലാത്തൊരു മരമാണ് ഇപ്പോൾ അത് അല്ലേ. ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കാം. അപ്പം നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? മൂക്ക് ചൊറിഞ്ഞാൽ വീടൊക്കെ ഒന്ന് പൊടി തട്ടാറായിട്ടുണ്ട് മനസ്സിലാക്കിയാൽ. എന്താ? പൊടി അടിച്ചിട്ട് മൂക്കിന് അലർജി വന്നതാണ്. കൈ ചൊറിഞ്ഞാലോ ആ 50 റുപ്യ ഭർത്താവ് വാങ്ങിത്തരുന്ന സോപ്പ് പൊടി ഉണ്ടല്ലോ, ഏത് 5 കിലോന് 50 റുപ്യക്ക് വാങ്ങി തന്നാവും, അത് മാറ്റിയിട്ട് നല്ല സോപ്പ് പൊടി ഉപയോഗിച്ചാൽ കൈയിൻ്റെ ചൊറിച്ചിൽ മാറും. കാക്കെന്തേ കരഞ്ഞ്? അതിന് കരയാൻ മുട്ടിയപ്പോൾ കരഞ്ഞ്. എന്തിനാ പൂച്ച കുറുകച്ചാടി പോയത്? അത് വല്ല മീൻകാരൻ്റെ മണം കേട്ട് മീൻകാരൻ്റെ ഒച്ച കേട്ട് പോയതായിരിക്കും. അത് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. കാലം കോഴി എന്തിനാ കരഞ്ഞ്? കാലം കോഴി കരയാൻ മുട്ടിയപ്പോൾ കരഞ്ഞ്, അത്രേ ഉള്ളൂ അല്ലേ. ഇതെല്ലാം ചിന്തിച്ച് പിന്നെ പേടിച്ചു ഭയപ്പെട്ട്
ഇപ്പൊ 13-ാം നമ്പർ ചിലർക്ക് പേടിയാണ്. 13-ാം നമ്പർ പറ്റൂല. ഇപ്പൊ നമ്മുടെ വീട്ടിലെ കലണ്ടർ, തൂക്കിയിട്ട കലണ്ടറുകൾ നോക്കി നോക്കി, അതിൽ നെഹ്സുകൾ എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. എന്താ നെഹ്സ് എന്ന് പറഞ്ഞാൽ? ദുശകുനം. ദുശകുനം എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ കല്യാണത്തിന് പറ്റൂല, വീട് കൂടാൻ പറ്റില്ല, ടിക്കറ്റ് എടുക്കാൻ പാടില്ല, കുട്ടിയെ പിന്നെ തറക്ക് കുറ്റിയടിക്കാൻ പാടില്ല, അന്ന് കച്ചവടം അത് ആരംഭിക്കാൻ പറ്റാത്ത എല്ലാ അർത്ഥത്തിലും ദുഷിച്ച ദിവസമാണ് എന്ന്. അതിലിപ്പോൾ വെള്ളിയാഴ്ച ഉണ്ടാവും കേട്ടോ, അത് വേറെ വിഷയം. റമദാനും ഉണ്ടാവും ദുഷിച്ച ദിവസം. ഇങ്ങനെ ആരാ ദുഷിച്ച ശകുനം വെച്ചത്? ചിലർ തനിക്ക് തന്നെ ശകുനം വെക്കുന്നവരുണ്ട്. ഒരു ഉദാഹരണത്തിന് ബസ് സ്റ്റോപ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുകയാണ്. നമ്മളെ ശകുനാക്കണം എങ്ങനെയെന്നറിയോ? എങ്ങനെ ശകുനാക്കണമെന്നറിയോ? നമ്മൾ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുകയാണ്, കുറച്ച് വണ്ടി എല്ലാ ബസ്സും അങ്ങോട്ടാ പോകണം, നമുക്ക് വരുന്ന ബസ്സൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ എന്താ പറയുക? അല്ലെങ്കിൽ ഞാൻ എപ്പോൾ അവിടെ വന്നെന്നാലും എല്ലാ ബസ്സും അങ്ങോട്ടാ പോകുള്ളൂ, ഇങ്ങോട്ടൊരു ബസ് ഉണ്ടാവില്ല. നമ്മൾ ശകുനാക്കി അല്ലേ? ഇങ്ങനെ എന്തെല്ലാം വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നവരുണ്ട്. ഉള്ളിയുടെ പിന്നെ തോല് കരിച്ചാൽ എന്താ കുഴപ്പം? നശിപ്പിച്ചാൽ എന്താ കുഴപ്പം? കുട്ടികൾ കാലാട്ടിയാൽ എന്താ കുഴപ്പം? തലമുടി ചീവിയാൽ എന്താ കുഴപ്പം? വീട്ടിൽ നിന്ന് രാത്രി കണ്ണാടി നോക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇങ്ങനെ വീട്ടിലെ പോക്കും വരവും, ഇപ്പോൾ പണ്ടൊക്കെ ഉണ്ടാകുന്ന ത്രികോണ ആകൃതിയിൽ വീട്ടിലെന്ത് ചെയ്യും? ഹോളിടും. എന്നിട്ടോ അതിൽ രാത്രി ഒരു പോക്കും വരവുണ്ട്, അതിലൊന്നും കുത്തിത്തിരികി വെക്കരുത്. ഇപ്പം ഈ പോക്കും വരവൊന്നുമില്ല, ഉണ്ടോ? ഇല്ല. ഒരു വീട് കയറ്റുന്നിടത്ത് തുടങ്ങുകയാണ് അന്ധവിശ്വാസങ്ങൾ. ആദ്യത്തെ കുറ്റിയടിക്കുന്ന ആൾക്ക് 5000 റുപ്യ. എന്നാൽ വൈകുന്നേരം വരെ എല്ലാ കുറ്റിയടിച്ച് കയറ് കെട്ടി അസ്ഥിവാരം കീറിയ ആൾക്ക് 1000 റുപ്യ. അപ്പം എന്താ? ആദ്യത്തെ കുറ്റിയടിച്ചത് ഏതോ ഒരു മഹാനാണ്. ആളടിച്ചാൽ പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. ആളെന്തിനാ അടിച്ചത്? 5000 റുപ്യ കിട്ടാൻ. 5000 റുപ്യ കൊടുക്കാതെ മൂപ്പര് വിളിച്ചു നോക്കി, മൂപ്പര് വരില്ല. മനസ്സിലാവുണ്ടോ? ആദ്യത്തെ കട്ടല വെക്കണ സമയത്ത് അതിൻ്റെ താഴെ പണ്ടൊക്കെ ഈ സ്വർണത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കോയിൻ വെച്ചിരുന്നു. ഇപ്പോൾ സ്വർണ്ണ കോയിൻ ഇല്ലാത്തതുകൊണ്ട് 5 രൂപയുടെ കോയിനാണ് വെക്കണത്. കാരണം എന്താ? നല്ല വിലയാണ്, സ്വർണത്തിൻ്റെ നിറവാണല്ലോ. അപ്പോൾ 10 രൂപയുടെ കോയിൻ 5 രൂപയുടെ കോയിൻ വെച്ചാൽ ആ വീടിൻ്റെ കട്ടലയുടെ താഴെ വെച്ച് കഴിഞ്ഞാൽ എന്തായി? പിന്നെ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല. തുടക്കം തന്നെ നല്ല ശകുനമാണ് അല്ലേ? ഇതൊക്കെ ആരാ സഹോദരങ്ങൾ ഉണ്ടാക്കിയത്? ഇനി ആ വീടൊന്ന് കയറി വരുമ്പോൾ അടുത്ത് വരും 2 പലക, പഴയൊരു മാക്സി, ഒരു ചട്ടി, കുറച്ച് ചോക്ക് കൊണ്ട് എഴുതുക, കരിങ്കണ്ണ നോക്കല്ലേ, തുറിച്ച് നോക്കല്ലേ എന്നൊക്കെ പറഞ്ഞു കണ്ട് അങ്ങനെ എഴുതി വെക്കും അല്ലേ? ഇങ്ങനെ തുടങ്ങുകയാണ്. ഞാൻ വീട് പണി കഴിഞ്ഞാലോ പിന്നെ പാല് കാച്ചലായി. പാല് കാച്ചാൽ മാത്രം പോരാ, അത് അടുപ്പിൽ പോകും വേണം. അടുപ്പിൽ പോയാൽ മാത്രം പോരാ, അടുപ്പ് കെടും വേണം അല്ലേ? സഹോദരങ്ങളെ, ഇത് എവിടുന്ന് വന്നതാ? ഹൈന്ദവ വിശ്വാസങ്ങളിൽ നിന്ന് വന്നു. അവരുടെ പിന്നെ അഗ്നിദേവനെ ശമിപ്പിക്കുവാൻ അല്ലെങ്കിൽ സമാധാനിപ്പിക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യമാണ് ഈ പാല് തിളച്ചു പോയിട്ട് ആ തീ അങ്ങനെ കെട്ടാലാണ് അഗ്നിദേവന് സമാധാനമാകുക എന്നാണ്. ഇത് നമ്മുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് പാല് കാച്ചലാട്ടോ നിങ്ങൾ വരണം എന്ന് പറയും അല്ലേ? അപ്പം എന്താ ഈ പാല് കാച്ചൽ? ഇത് അവിടുന്ന് എടുത്തതാണ്. പിന്നെ ഈ കന്നിമൂല നോക്കലാണ്. ഇവിടെ മൂല അങ്ങടാക്കിയാൽ അല്ലേ, അങ്ങട് മൂല ഇങ്ങടാക്കിയാൽ വീട്ടിൽ പിന്നെ അതുകൊണ്ട് ചിലരുടെ വീട് പണി തീരൂല. മക്കത്തെ ഹറമ് പോലെയാണ്, എന്നും പണിയാണ്. ഒരു കുട്ടി ഒന്ന് ഡോക്ടറെ കാണിച്ച് രോഗം പിന്നെ മാറി ഒന്ന് തിരിച്ചു വന്ന്, അപ്പോൾ അടുത്ത കുട്ടിക്ക് രോഗം, അപ്പോൾ ശരി വീണ്ടും കാണിച്ച്, അത് കഴിഞ്ഞപ്പോൾ ഉമ്മാക്ക് അടുത്ത പനി, അപ്പോൾ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട് അല്ലേ? അപ്പോൾ പിന്നെ എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ആരെങ്കിലും വന്ന് കാണിക്കും, മുമ്പ് പറയും ഈ ചുമരുണ്ടല്ലോ, ഈ ചുമരുടെ കുഴപ്പമാണ്. ഈ അടുക്കളയിൽ നിങ്ങൾ തിരിഞ്ഞിരിക്കുമ്പോൾ മൂട് അങ്ങോട്ടാവുന്നുണ്ട്, അപ്പോൾ അത് ആ മൂട് ഇങ്ങോട്ടാവണം, അപ്പോൾ ഇവിടെയും പൊളിക്കണം. ഇങ്ങനെ പൊളിച്ച് അവസാനം ജീവിതാവസാനം വരെ പൊളിക്കേണ്ടി വരുന്ന മനുഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പോയതെന്ന് വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം യഥാവിധം മനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ വസ്തുക്കളെയൊക്കെ, ഈ വസ്തുക്കളൊന്നും നമ്മളെ പേടിക്കണില്ല. ഇത്രയും വലിയ ജീവിയാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ മനുഷ്യനെ ഇവരൊന്നും പേടിക്കണില്ല. മനുഷ്യനാണെങ്കിലോ പൂച്ചനെയും എലിയെയും പാറ്റയെയും ഒക്കെ പേടി. എന്താ കാരണം? അതൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭയപ്പെടുന്ന ആളുകൾ. ഇവിടെയാണ് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കാനുള്ളത്, നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാനുള്ളത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ അള്ളാഹുവിനോട് മാത്രമായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടാനുള്ളത് സ്വർഗമാണ്. അതൊരു സംശയവും വേണ്ട. ഒരാൾ 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നു, അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നു, അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു. പക്ഷെ ആ മനുഷ്യനിൽ, ആ ഭാര്യയിൽ, ആ ഭർത്താവിൽ ശിർക്ക് സംഭവിച്ചാൽ, എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകൾ മറ്റുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിയിലേക്ക് വകവെച്ച് കൊടുത്താൽ, ഇപ്പൊ അള്ളാഹ് എന്ന് വിളിക്കേണ്ടതിന് പകരം ഏതെങ്കിലും ഒരു വ്യക്തിയെ വിളിക്കാൻ, ഇപ്പൊ നമ്മൾ ഉമ്മാന്ന് വിളിക്കലുണ്ട്, അപ്പൊ അങ്ങനെ അത് ഉമ്മ അടുത്തുണ്ടാകും, ആ വീട്ടിലുണ്ടാകും. ഭാര്യയെ വിളിക്കലുണ്ട് അല്ലേ, ഭർത്താവിനെ വിളിക്കലുണ്ട്, അവരൊക്കെ നമ്മളെ കേൾക്കുന്ന പരിധിയിലുണ്ടാകും, ആ വിളിയല്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിളിക്കുന്ന ചില ഘട്ടങ്ങൾ ഉണ്ടാവും.
ഒരു ഉമ്മ അങ്ങനെ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കുട്ടിയുടെ തല ആ തൊട്ടിലിൻ്റെ പുറത്തേക്ക് വന്നാൽ അപ്പോൾ നമ്മൾ വിളിക്കേണ്ട അള്ളാന്നാണ് വിളിക്കേണ്ടത്, അല്ലേ? അപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരാളല്ല നമ്മൾ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരിച്ചുപോയ മനുഷ്യരെ നമ്മൾ വിളിക്കേണ്ടത്. ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് സഹായിക്കാൻ കഴിയുന്നവർ അടുത്തുള്ളവരെ നമ്മൾ വിളിക്കും. പക്ഷേ മരണപ്പെട്ടു പോയവരാണെങ്കിലോ അവർ നമ്മളെ പ്രാർത്ഥന കേൾക്കൂല. ഖബറിൽ കിടക്കുന്നവരാണെങ്കിലോ അവർ നമ്മുടെ പ്രാർത്ഥന കേൾക്കൂല. എത്രയോ ദൂരം കിടക്കുന്നവരാണെങ്കിലോ അവർ നമ്മുടെ ആ വിളി കേൾക്കൂല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിളിക്കേണ്ടത് അള്ളാഹ് എന്നായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ നോക്കുക നിങ്ങൾ. അങ്ങ് ജബൽ സൗറിൽ 3 ദിവസം റസൂലുള്ളാഹി താമസിച്ചു, അല്ലേ? ഹിജ്റ പോകുന്ന വേളയിൽ ശത്രുക്കളുടെ കരങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ താമസിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കൾ അവിടെയും എത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആ ഗുഹയിൽ ഇരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് വിശദീകരിച്ച് തരാൻ. ഇത് അഖ്റജഹുല്ലദീന കഫറു സാനി ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ. ആ ഗുഹയിൽ ഇവർ രണ്ടുപേരും ഇരിക്കുന്ന ആ സമയത്ത് ഇത് യഖൂലു ലി സ്വാഹിബിഹി, തന്റെ സഹോദരൻ അതാ പറഞ്ഞ സന്ദർഭം, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ശത്രുക്കൾ അവരുടെ കാലിന്റെ അടിയിലേക്കൊന്ന് നോക്കിയാൽ, യാ റസൂലല്ലാഹ് ലൗ അന്ന അഹദഹും റഫഅ ഖദമഹു റആനാ, കാലിന്റെ ഭാഗത്തേക്കൊന്ന് നോക്കിയാൽ നമ്മളെ കാണുമെന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞെന്താ? നമ്മൾ കുടുങ്ങി എന്നല്ല, നമ്മൾ ബുദ്ധിമുട്ടി എന്നല്ല. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഒരിക്കലും ദുഃഖിക്കണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. ഇതാ നമ്മുടെ പ്രതീക്ഷ. ഏത് ബുദ്ധിമുട്ടാണെങ്കിലും അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും? ഒരു വഴി കാണിച്ചു തരും. അപ്പോൾ ഭർത്താവ് വന്നിട്ട് ഭാര്യയോട് പറയാണ്, ഇനിയിപ്പോൾ ഈ കടന്നും വീടിയിട്ട് മരിക്കാൻ പറ്റും തോന്നണില്ല, എന്താ പറയുക? ബേജാറാവണ്ട, പടച്ചോ നമ്മുടെ കൂടെ ഉണ്ട്, അല്ലേ? ഡോക്ടർ പറയാണ്, നിങ്ങൾ ഈ റിസൾട്ടൊക്കെ നോക്കിയിട്ട് ഇതിനിപ്പോൾ മരുന്നൊന്നും ഇവിടെ ഇല്ല, അങ്ങോട്ട് പുറത്തിറങ്ങുമ്പോൾ പടച്ചോൻ ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെയാണ് അവസാനം എന്നല്ല, ദുഃഖിക്കണ്ട, പടച്ചോ നമ്മുടെ കൂടെ ഉണ്ട്, അല്ലേ? കാരണം ചെങ്കടൽ മുന്നിൽ വന്നപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞു, മൂസ ഇന്നാല മുദറക്കൂൻ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ എന്നാണ്. പക്ഷെ അവിടെയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രതീക്ഷയുടെ വാചകങ്ങളാണ് പറഞ്ഞത്. പക്ഷേ മുന്നിൽ കടൽ കാണുന്നു, ചെങ്കടൽ കാണുന്നു, പിറകിൽ ഫിറഔന്റെ സൈന്യമാണ്, ഇനി പിടിക്കപ്പെടും, രക്ഷല്ല. ആ സമയത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ മറുപടി എന്താ അറിയോ? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. ഇത് നമ്മുടെ വിശ്വാസത്തിൽ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി നമുക്ക് ഇറക്കാൻ കഴിയേണ്ടതുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇതേപോലെ ഈ സമാധാനം തേടി പലരും പല കേന്ദ്രത്തിലും ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്, മനസ്സിലാണല്ലോ? അവിടുന്ന് കിട്ടുന്ന വെള്ളമോ, അവിടുന്ന് കിട്ടുന്ന ചരടോ, അവിടുന്ന് കിട്ടുന്ന നൂലോ, അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു തുണിയാണ് ഞങ്ങൾക്ക് രക്ഷ എന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ കുട്ടികളെ കൊണ്ടൊന്ന് രാവിലെ പുറത്തിറങ്ങി ഒരു കല്യാണത്തിന് പോയി വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് കുട്ടി പെരും കരച്ചിലാണെങ്കിൽ എന്താ പറയുക? ഭയങ്കര കരച്ചിലാണെങ്കിൽ പണ്ട് കാലത്ത് ഉമ്മമാർ പറയുന്നത് അത് ആരുടെയോ കണ്ണീർ തട്ടിയതാണ്, അല്ലേ? ആ കണ്ണീർ തട്ടിയത് കൊണ്ട് ഇനി എന്ത് ചെയ്യണം? ഉപ്പും മുളകും ഒഴിഞ്ഞ് അടുപ്പിലിടണം എന്നാണ്. ഇന്നിപ്പോൾ അടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്യാസും കുറ്റിയുമാണ് ഇപ്പോൾ പലരും ചെയ്യണത്, അല്ലേ? നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് വറക്കണം. എന്തിന്? ചമ്മന്തി ഉണ്ടാക്കാനല്ല, രാത്രി പാതിരാത്രിക്ക്. എന്തിനാ? ഈ കണ്ണീർ പോയി കിട്ടാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം നമ്മൾ കാണുന്നുണ്ടോ? ഹസൻ റളിയല്ലാഹു രാത്രി കരഞ്ഞിട്ടില്ലേ? ഹുസൈൻ റളിയല്ലാഹു കരഞ്ഞിട്ടില്ലേ? ആ വീട്ടിലുള്ള മറ്റു മക്കൾ കരഞ്ഞിട്ടില്ലേ? റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് മുളകും ഉപ്പൊക്കെ കൂട്ടിങ്ങാണ്ട് കരിച്ചിട്ട് അവിടെ പുകണ്ടാക്കിയിട്ടുണ്ടോ? സാധാരണ ഞാൻ പറയലുണ്ട്, അത് നമുക്ക് ഏറ്റവും നല്ലത് എന്തിനാന്ന് പറയാം, നല്ല കഫക്കെട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മുളക് ഉപ്പൊക്കെ അടുപ്പിലിട്ടാൽ മതി. എന്തിനാ? നല്ല പുക വരും, അപ്പോൾ ഈ ചുമക്കും, അപ്പോൾ കഫൊക്കെ ഇളകിയിട്ട് എന്ത് ചെയ്തോളും? അതൊക്കെ പോയിക്കോളും. അതല്ലാതെ കണ്ണീർ തട്ടാതിരിക്കാനുള്ള പ്രതിവിധി അതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മക്കളെ എന്ത് ചെയ്യാറുണ്ട്? പേരക്കുട്ടികളെ തൻ്റെ തുടയിൽ വെച്ചിട്ട് അവരുടെ തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കും. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തആമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എല്ലാ ശർറും പോയി കിട്ടാൻ വേണ്ടിയിട്ട്, കണ്ണീർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് സംരക്ഷണം ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ്. നമ്മൾ ചിന്തിച്ചോക്കെ, ഈ പ്രാർത്ഥനയാണോ ഇന്നത്തെ ഉമ്മമാർ ചെയ്യാറുള്ളത്? അതല്ല, കവളത്തൊരു കുത്ത്, അല്ലേ?
പീലിയും പുരികവും ഒക്കെ നീട്ടി വളച്ച് ചുരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവും. എന്തിനാ ഈ കുത്തിട്ടത്, കരിവലട്ട് കൊടുത്തത്? ചിലർ അരയിൽ ഈ കറുത്ത ചരട് കെട്ടും, വർഷങ്ങളായാലും ചിലരത് ഊരൂല അല്ലേ. 2 നിലക്ക് ചരട് കെട്ടാറുണ്ട്. ഒന്ന് കണ്ണീർ തട്ടാതിരിക്കാനും, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ ആ കുട്ടിയുടെ തുണി അതൊന്ന് തിരികെ വെക്കാനും, മൂത്രമൊക്കെ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കെട്ടി വെക്കുന്നവരുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതല്ലാതെ കെട്ടുന്ന ചില തുണികളുണ്ട്, അല്ലെങ്കിൽ ചരടുകളുണ്ട്. ഇത് പ്രായം എത്ര ആയാലും എന്ത് ചെയ്യില്ല, മൂപ്പരയക്കൂല. അത് പണ്ടുമ്മ കെട്ടിയാണ്. എന്താ വിശ്വാസം? അത് കണ്ണീർ തട്ടാതിരിക്കാനുള്ളതാണ്. നമ്മൾ ചോദിക്കാറുണ്ട്, എന്താ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാണ് ഇങ്ങനെ കയറ് കെട്ടിത്തിരിക്കാൻ? അല്ലല്ലോ, ഇതിങ്ങനെ കെട്ടിയടക്കുക. മനസ്സിലാവുണ്ടോ? ഈ കവളത്ത് കുത്തിട്ടതോ ഇതേപോലെ കണ്ണീർ തട്ടാതിരിക്കാം. ഏതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രാർത്ഥനയോ അത് നിർവഹിക്കൂല. ഇങ്ങനെയുള്ള ഓരോ വിഷയത്തിൽ നമ്മൾ എടുത്തു നോക്കേണ്ടത്. കാരണം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിപ്പോയത് ഈ പ്രാർത്ഥനയുടെ വിഷയത്തിലാണ്. കാരണം പലരും ചിന്തിച്ചെന്താ അറിയോ, നമ്മളൊന്ന് അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ അവകാശമില്ലാത്ത ആളുകളാണ്, അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ നമുക്കൊന്നും അർഹതല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മരിച്ചുപോയ ആരെങ്കിലൊക്കെ അതിൻ്റെ ഇടയിൽ വെച്ച് അള്ളാഹുവിനോട് എന്ത് ചെയ്യണം, നമ്മുടെ കാര്യങ്ങൾ പറയണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും വേണം എന്ന് ചിന്തിച്ചു പോയി. ഇത് യഥാർത്ഥത്തിൽ ആരുടെ വിശ്വാസം എന്നറിയങ്ങൾ? മക്കത്തെ മുശ്രിക്കിൻ്റെ വിശ്വാസമാണ്. അവർക്കൊരു വിശ്വാസം എന്ത്, നമ്മൾ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ അവകാശമില്ലാത്തവരാണ്. ഈ ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അബൂജഹൽ വരെ പറഞ്ഞ വാചകം എന്താ അറിയോ, ലയഖൂലുന്നല്ലാഹ്, അള്ളാഹുവാണ് എന്ന് അവർ പറയുമായിരുന്നു എന്നാണ്. ഇതേപോലെ തന്നെ ആരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരും പറയും അള്ളാഹുവാണ്. ആരാണ് മരിപ്പിക്കുന്നത് ജീവിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ആ മക്കയിലുള്ള വിഗ്രഹങ്ങളെയും വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി എന്താ അറിയോ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. ഞങ്ങൾ അവരെ ആരാധിക്കല്ല, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കല്ല, മറിച്ച് എന്താണ്, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ് എന്ന്. ഇത് എവിടെ നിന്ന് അറിയോ? 39-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ ആയത്താണ്. ഇനി 2-ാമത്തെ വാദം എന്താ? ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിലേക്കുള്ള ശുപാർശക്കാരാണ്. എന്തിനാ കുട്ടിനെ കൊണ്ട് പുത്തിരിപ്പാടം വേരിലേക്ക് പോയത്? അല്ലെങ്കിൽ എന്തിനാണ് മണ്ണാർക്കാടിലെ ആ കല്ലിലേക്ക് പോയത്? എന്തിനാ? ഞങ്ങൾ അവരെ ഇലാഹാക്കിയതല്ല, ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കാൻ പോയതല്ല, ഞങ്ങൾ അള്ളാഹുമായി അടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്, ഇടയിൽ വെച്ചത് എന്ന് ധാരാ പറഞ്ഞത്. അവരാരെയെ വിളിച്ചു? നിങ്ങൾ ആലോചിച്ച് നോക്കാം. അവരാരെയാ വിളിച്ചത്? ഇബ്രാഹിം നബിയെ വിളിച്ചത് അല്ലേ? ഇസ്മായിൽ നബിയാണ് വിളിച്ചത്. ആ ഇസ്മായിൽ നബിയെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും വിളിച്ചവർ മുശ്രിക്കാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്തേ അവർ മുശ്രിക്കാകാനുള്ള കാരണം? അവരെന്തേ നരകത്തിൽ പോകാനുള്ള കാരണം? അവർ അള്ളാഹുവിനോട് നേരിട്ട് വിളിച്ചില്ല. അതുകൊണ്ട് നമ്മളൊരു പ്രതിജ്ഞ എടുക്കുന്നത് എന്ത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, ഞാൻ നിന്നോട് മാത്രം എന്ത് ചെയ്യുന്നു? സഹായം തേടുന്നു, നിന്നോട് മാത്രം ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇത് ശരിയായ സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നമുക്ക് എന്ത് കിട്ടും? സമാധാനം കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി 2-ാമത്തെ കാര്യം അമലു സ്വാലിഹാത്തുകളാണ്. അതിൽ ഭാര്യയിലുണ്ടാകണം, ഭർത്താവിലുണ്ടാകണം. എന്താ അമലു സ്വാലിഹാത്തുകൾ എന്ന് പറഞ്ഞാൽ? അമലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞാൽ 5 നേരത്തെ നിസ്കാരം മാത്രമല്ല. ഒരാൾ സൽസ്വഭാവത്തോടു കൂടി മര്യാദപൂർവ്വം ഒരു നല്ല വാക്ക് പറയൽ, അത് അമലു സ്വാലിഹാത്താണ്. നമ്മൾ അമലു സ്വാലിഹാത്ത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സൽക്രമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരും 5 നേരത്തെ നിസ്കാരം. അത് നിസ്കാരം ശരിയാണ് അല്ലേ? സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇതൊക്കെ ശരിയാണ്. ദിക്റുകൾ, പ്രാർത്ഥനകൾ, സ്വലാത്തുകൾ, ഖുർആന്റെ പാരായണങ്ങൾ, ഇതൊക്കെ അമലു സ്വാലിഹാത്തുകളാണ്. ഇതിനപ്പുറം ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടപെടേണ്ട രംഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അഥവാ സുന്നത്തുകൾ നമ്മൾ പാലിക്കണം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ പോലെയാണ്. അതിൽ കയറിയവരെല്ലാം രക്ഷപ്പെട്ടു എന്നാണ്, കയറാത്തവരോ എല്ലാവരും മുങ്ങി മരിച്ചു. അതുകൊണ്ട് റസൂലുള്ളാഹി ഏറ്റവും നല്ലൊരു ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവ് ഞാനായിരിക്കണം എന്നതായിരിക്കണം നമ്മുടെ ആഗ്രഹം. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല ഭർത്താവിൻ്റെ ക്വാളിറ്റി ആയിക്കൊണ്ട് പറഞ്ഞത്? തൻ്റെ കുടുംബത്തോട് മര്യാദപൂർവ്വം മാന്യമായി ഇടപെടുന്നവരായിരിക്കുന്നതാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. നിങ്ങൾ ഏറ്റവും നല്ല ഈമാനുള്ളവർ കുറേ നിസ്കരിക്കുന്നവരെന്നല്ല, നോമ്പെടുക്കുന്നവരെന്നല്ല, സക്കാത്ത് കൊടുക്കുന്നവരെന്നല്ല, പള്ളി കമ്മിറ്റിയിലെ ഭാരവാഹി എന്നല്ല. ഏറ്റവും നല്ല ഈമാനുള്ളവർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. എന്തിനാ സ്വഭാവം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല സ്വഭാവക്കാരനെ കുറിച്ച് പറഞ്ഞതറിയോ? അങ്ങാടിയിലെ മാന്യനല്ല,
മനസ്സിലാവുണ്ടോ? ജോലി സ്ഥലത്തെ മാന്യനല്ല, തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന പണിക്കാരോട് നന്നായി പെരുമാറിയൊന്നും സ്വഭാവം നന്നാവില്ല. ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നുവോ അതിനനുസരിച്ചാണ് നിങ്ങൾ നല്ലവരായി തീരുന്നത് എന്നാണ്. ഭാര്യമാരുടെ പെരുമാറുക എന്ന് പറയുമ്പോൾ രണ്ട് പെരുമാറ്റമുണ്ട് അല്ലേ? അത് മാന്യമായ പെരുമാറ്റമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മിലുണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഒരു ഭാര്യയ്ക്കും പരാതിയില്ല. ശേഷം വന്ന മനുഷ്യന്മാർ കുറേ പരാതി പറയുന്നുണ്ട് അല്ലേ? പ്രവാചകനെ കുറിച്ച് ഒരു ഭാര്യയ്ക്കും ഒരഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ വീട്ടിലേക്കും റസൂലുള്ളാഹി രാവിലെ ചെല്ലും, എന്നിട്ട് എല്ലാവരോടും സലാം പറയും. 11 ഭാര്യമാരുടെ വീടുകൾ, അവിടെ എല്ലാം കയറി സലാം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പോരുന്നാൽ വൈകുന്നേരം അവരുടെ അടുക്കൽ ചെന്ന് അല്ലേ, 11 പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ വൈകുന്നേരം റസൂലുള്ളാഹി അസ്ർ നമസ്കാരം കഴിഞ്ഞ് ആ ഭാര്യമാരുടെ അടുക്കൽ ചെന്ന് അവരുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു എന്നാണ്. നമ്മുടെ ഭാര്യമാർക്ക് നമ്മളെക്കുറിച്ചുള്ള പരാതി എന്താ? ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല എന്നാണ്. മുബറൊരു കാര്യം പറയാൻ സമയമല്ല എന്നാണ്. അത് വേറൊരു കാരണം കൂടി ഉണ്ടാവും. ഭാര്യമാർ പറയുന്നത് മൊത്തം എന്തെങ്കിലും ഒരു പാരയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പല സമാധാനത്തിൻ്റെ ഒരു വാചകം എന്ത് ചെയ്യാറില്ല, പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല. എന്നാൽ റസൂലുള്ളാഹിൻ്റെ കുടുംബജീവിതം എത്ര മനോഹരങ്ങൾ ആലോചിക്കുക, എത്ര മനോഹരമാണ്. ആ വീട് എന്താണ്? ആ വീടൊന്നുമില്ല. ആ വീട് നമ്മുടെ വീടിൻ്റെ സൗകര്യമല്ല. നമ്മുടെ വീട്ടിലത്തെ നല്ല സുഭിക്ഷമായ ഭക്ഷണം അവിടെ ഇല്ല. ശത്രുക്കളുടെ ഒരുപാട് ഭീഷണികൾ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്, ഉള്ളിലുള്ള ശത്രുക്കൾ വേറെയാണ്. ഇങ്ങനെ എല്ലാ പ്രയാസങ്ങളുടെ ഉള്ളിലും ജീവിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ വീടിൻ്റെ ഹൈറ്റ് എത്രയെന്ന് അറിയാം നിങ്ങൾ? റസൂലുള്ളാഹിൻ്റെ വീടിൻ്റെയും പള്ളിയുടെയും ഹൈറ്റ് പറയണത് കൗമാരത്തിലെത്തിയ ഒരു കുട്ടി കൈ ഉയർത്തിയാൽ മുകളിൽ തട്ടുന്നാണ്. ഒരു 13 വയസ്സുകാരൻ 14 വയസ്സുകാരൻ കൈ ഉയർത്തിയാൽ മുകളിൽ തട്ടും. അത്രയും ഹൈറ്റുള്ളൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്. പലപ്പോഴും തഹജ്ജുദ് നമസ്കരിക്കുന്ന റസൂലുള്ളാഹി തൻ്റെ ഭാര്യയുടെ കാല് സുജൂദിലായിരിക്കാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യ കിടക്കുന്നത് ആ കാല് റസൂലുള്ളാഹിൻ്റെ മുസല്ലയുടെ ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്, നമസ്കരിക്കുന്ന ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. അത്രയും ചെറിയ വീടും സൗകര്യവും. പക്ഷെ ലോകത്തിന് മാതൃകയാകുന്ന ഒരു കുടുംബജീവിതം നയിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പോയിട്ടുള്ളത്. ഇനി ഞങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ റോൾ എടുത്തിട്ട്, അല്ലെങ്കിൽ ആ ഭർത്താവ് എന്ന് പറയുന്ന ആ കഥാപാത്രം എടുത്തിട്ട് എത്രത്തോളം അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്തു വെക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്? ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. ഭാര്യമാർ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കുമ്പോൾ റസൂലുള്ളാഹി എങ്ങനെയാണ് അവിടെ ഇടപെട്ടത്? അവിടെ മാന്യമായി മൗനം പാലിച്ച്. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഭക്ഷണത്തിൻ്റെ ഭാഗം തട്ടിക്കളഞ്ഞ് ആ പാത്രം നിലത്തു വീണ് പൊട്ടിയപ്പോൾ, നമ്മുടെ വീട്ടിലാണെങ്കിലോ ആ പൊട്ടുന്നതിൻ്റെ കൂടെ കയ്യും കവിളും ചേർന്ന മറ്റൊരു പൊട്ടലിൻ്റെ ശബ്ദം കൂടി കേൾക്കും അല്ലേ? പക്ഷെ അതുണ്ടായില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം പാലിച്ച് പാത്രങ്ങൾ കയ്യിലേക്ക് പൊറുക്കിയെടുത്തിട്ട് മുണ്ടാതിക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയണത് എന്നെ തല്ലിയെങ്കിൽ എനിക്ക് ഇത്ര വേദന ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. അത്രത്തോളം പറഞ്ഞെങ്കിൽ പ്രവാചകൻ അവിടെ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. കുട്ടികളോട് റസൂലുള്ളാഹി എങ്ങനെയായിരുന്നു? ഫാത്തിമ റളിയല്ലാഹു അൻഹ വരുന്നത് കണ്ട റസൂലുള്ളാഹി നീറ്റിക്കും. നമ്മളാണെങ്കിൽ വാപ്പരാണെങ്കിൽ കാലും കയറ്റി വെച്ച് മകനോട് വരുന്നുണ്ടാൽ എന്താക്കുക അല്ലേ? ഓനെ വരുന്നുണ്ട്, ഒന്നുകൂടെയുണ്ട് പവർ കാട്ടിയിട്ട് എന്നെ കണ്ടിട്ട് പേടിക്കണം അല്ലേ? ഇതാ നമ്മൾ കോലം. എന്താ നമ്മൾ ഭീകരജീവിയോ? നമ്മളെ മക്കൾക്ക്, നമ്മുടെ ആൺകുട്ടികൾക്ക് നമ്മളൊരു കാര്യം പറയാൻ പറ്റില്ല. നമ്മൾ കോടതിയിലെ ജഡ്ജാണ്, വക്കീലിനെ കൊണ്ട് വരണം. ആരാ വക്കീൽ? അത് ഉമ്മയാണ്. ഉമ്മാനെ കൊണ്ട് വന്നാലേ വാപ്പാൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന ചിന്തയിലാണ് എന്തുള്ളത് നമ്മളെ ആൺകുട്ടികളുള്ളത് എന്നുള്ളത്. നേരെ തിരിച്ചുണ്ട്. പെൺകുട്ടികൾക്ക് വാപ്പാനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ഉമ്മാനോട് ആ കാര്യം വാപ്പ പറയാൻ. ഇതൊക്കെ എന്തൊക്കെയോ അകൽച്ചകളാണ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ പരസ്പരം വിട്ടുപോയ അവസ്ഥകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയണമെന്ന് വെച്ചാൽ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കിയാൽ ഒരു അകൽച്ചയും നമ്മൾ പരസ്പരം ഉണ്ടാവില്ല. നല്ല സ്നേഹമാണ് ഉണ്ടാകുക. റസൂലുള്ളാഹി പറഞ്ഞു ആശ്റുഹുന്ന ബിൽ മഅറൂഫ്, അവരോട് നിങ്ങൾ നല്ല രൂപത്തിൽ വർത്തിക്കണം. നമ്മൾ ചില ഭാര്യമാരോട് ചോദിക്കുക എനിക്കെന്താ ഇവിടെ പണിയെന്ന് അല്ലേ? നാടൻ ഭാഷയിൽ ചോദിച്ചാൽ എനിക്കെന്താ ഇവിടെ പണിയെന്ന് ചോദിക്കും. അത് ചിലപ്പോൾ ചോദിക്കുക രാത്രി നമ്മൾ വന്നിട്ട് ചോറുക്കുന്നെന്താ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അപ്പോഴോ എനിക്കെന്താ ഇവിടെ പണിയെന്നാണ്. ഭാര്യ പറയാം എനിക്കിവിടെ ഒരു പണിയില്ല, ഞാനിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാട്ടുപാടി നടക്കായിരുന്നു അല്ലേ? നിങ്ങളല്ലേ പണിയെടുത്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ സാധാരണഗതിയിൽ ഈ പ്രസവം നോക്കുന്ന സ്ത്രീകളുണ്ട്. ഈ ഭാഗത്തിനൊന്നും എനിക്കറിയില്ല അല്ലേ? 40 ദിവസത്തിന് എത്ര ആ പണിൻ്റെ പൈസ?
30,000 ഇവിടെ കുറവാ, ഇവിടുന്ന് കൊണ്ടുപോകാൻ നല്ലത് നാട്ടിലേക്ക്. ആ നമ്മുടെ നാട്ടിലൊക്കെ 55,000 50,000 രൂപ കൊടുക്കും 40 ദിവസത്തിന്. ഇപ്പോൾ അത് വേറെ കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്, പ്രസവ രക്ഷാ കേന്ദ്രങ്ങളുണ്ട്. അവിടെ കൊണ്ടുപോയി ആക്കിയാൽ 30 ദിവസത്തിന് 60-75 രൂപയാണ്, 75,000-60,000 രൂപ. അപ്പോൾ ഈ പ്രസവം നോക്കുന്ന പെണ്ണുങ്ങൾ വീട്ടിൽ വന്നിട്ട് ചെയ്യണ പണി എന്താ? കുട്ടീനെ നോക്കും അല്ലേ, രാവിലെ ഒന്ന് കുളിപ്പിക്കും, ആ കുട്ടിയുടെ വസ്ത്രം ഒന്ന് അലക്കും, ഭാര്യയുടെ വസ്ത്രം ഒന്ന് തിരുമ്പും. നമ്മളെ ഭാര്യയുടെ അവർക്ക് വെച്ചുണ്ടാക്കി കൊടുത്ത ഭക്ഷണം എന്ത് ചെയ്യും, ഒന്ന് വിളമ്പി കൊടുക്കുക, അല്ലെങ്കിൽ അവരൊന്ന് കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കും. ചിലപ്പോൾ അവരുടെ ഔദാര്യം കൊണ്ട് ആ വീടൊക്കെ ഒന്ന് പിന്നെ ആ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കും അല്ലേ, പിന്നെ മരുന്നുണ്ടാക്കി കൊടുക്കും. ഇതല്ലാത്ത എന്തെങ്കിലും പണി, മുറ്റടിച്ചു വരുമോ? ഇല്ല. വീട്ടിലത്തെ എല്ലാവരും തിരുമ്പോ? ഇല്ല. മാറാല തട്ടോ? ഇല്ല. അടുക്കളയിൽ സാധനം എല്ലാ പണി എടുക്കോ? ഇല്ല. അതൊക്കെ അടക്കി വെക്കോ? ഒന്നും ചെയ്യില്ല. വിറകടക്കി വെക്കോ? ഒന്നുമില്ല അല്ലേ, ഇതൊന്നും ചെയ്യില്ല. പക്ഷെ ആ പണി നമ്മൾ 40 ദിവസത്തിന് കൊടുത്തത് 30,000 കൂട്ടിക്കോളിയും, 40,000 കൂട്ടിക്കോളിയും അല്ലേ. എന്നാ ആ പെണ്ണ് പോയിട്ട് ഈ പണിയൊക്കെ അവൻ ആരാ ചെയ്ത്? നമ്മൾ വന്ന് നോക്കുമ്പോൾ ഒരു ജിന്ന് ഇങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. ഈ പണിയൊക്കെ ആരാ ചെയ്തത്? നമ്മളെ ഭാര്യ ചെയ്തത്. ആ പെണ്ണെടുക്കുന്ന പണിയുടെ എത്രയോ ഇരട്ടി നമ്മളെ ഭാര്യ ചെയ്തു. നമ്മുടെ വസ്ത്രം തിരുമ്പി, ഭാര്യയുടെ വസ്ത്രം തിരുമ്പി, കുട്ടിയുടെ വസ്ത്രം തിരുമ്പി, ആ വീട് വൃത്തിയാക്കി, കുട്ടിയെ കുളിപ്പിച്ച് ഭക്ഷണം പാകം ചെയ്ത്, പരിസരം വൃത്തിയാക്കി, ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്ത് അത് നമുക്ക് തന്ന് കുട്ടിക്ക് കൊടുത്ത് അവളും കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഭാര്യ നോക്കിക്കാൻ എനിക്ക് എന്താ ഇവിടെ പണിയുന്നത്? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു മാസത്തെ ശമ്പളം കൊടുത്ത തീരാത്ത ആൾക്കാരാണ് ആര്? ഓര്. മനസ്സിലായില്ലേ? ആ പെണ്ണുങ്ങൾ, നമ്മുടെ ഭാര്യ. നമ്മുടെ ഒരു മാസത്തെ ശമ്പളം കൊടുത്താൽ പോലും അവരുടെ പണിക്കുള്ള അധ്വാനമാവില്ല, അതിനുള്ള ഫലമാവില്ല. ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? അവർ നാളെ വന്ന് ചോദിക്കണം എന്നല്ല, അത് അവരുടെ ബാധ്യതയാണ് അല്ലേ. അത് ബാധ്യതയാണ്. എന്തിനാണ്? കുടുംബം മനോഹരമായി പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്, അവരത് ചെയ്യണത്. ഇനി അത് ചോദിച്ചു വരണം ഭാര്യയോട്. നമ്മൾ പറയാം, ഞാൻ രാവിലെ അവിടെ നിന്ന് പോകേണ്ട കഷ്ടപ്പെട്ടിട്ട് എന്തിനു വേണ്ടിയാ? എനിക്ക് മാത്രം സ്വീക്കാനാ ആണോ? ഒരു പുരുഷൻ പ്രിയപ്പെട്ടവരെ രാവിലെ മുതൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പാടുപെട്ടിരുന്ന മൂപ്പരിക്ക് മാത്രം കുപ്പായിട്ട് തേച്ചിട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാ? അല്ല. മൂപ്പര് മക്കൾക്ക് വേണ്ട ചെലവിന് കൊടുക്കുന്നുണ്ട്, ഭാര്യയ്ക്ക് വേണ്ട ചെലവിന് കൊടുക്കുന്നുണ്ട് അല്ലേ. വീടിൻ്റെ എല്ലാ കാര്യങ്ങളും മൂപ്പര് നോക്കുന്നുണ്ട്, കറണ്ട് ബില്ലും ഫോൺ ബില്ലും എല്ലാ ബില്ലും അടക്കുന്നുണ്ട്, എല്ലാ ബില്ലും അടക്കുന്നുണ്ട്. നമുക്കൊരു പ്രയാസമില്ല. നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് മീൻ വാങ്ങാനും വസ്ത്രം വാങ്ങാനും അതുപോലെ തന്നെ പലചരക്ക് വാങ്ങാനും അത് നമ്മൾ പറഞ്ഞാൽ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു പരാതിയില്ല. പക്ഷെ ഭാര്യമാർക്കാ പറയാം, ഞങ്ങൾ വീട്ടിൽ തന്നെയാണ്, എന്നും പണിയാണ്, മൂപ്പരെന്നാ പുറത്താണ്, എന്നും പണിയാണ്, അത് പറയണില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇങ്ങനെ പണികളാണ് നമ്മൾ വിചാരിക്കുക. ഇത് ജീവിതമാണ്. പക്ഷെ ഇത് പണികളാണ് എന്ന് വിചാരിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് കല്യാണം നടക്കാത്തത്. ഇന്ന് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് തയ്യാറാകോ? ഇല്ല, ഞങ്ങൾ പഠിക്കട്ടെ എന്ന് പറയും. എന്തിനാ പഠിക്കണത്? ജോലിയാകട്ടെ. എന്തിനാ ജോലിയാവണത്? കല്യാണം കഴിക്കാൻ. എന്തിനാ കല്യാണം കഴിച്ചത്? അപ്പോൾ പറയും ഡൈവോഴ്സായിട്ട് ഈ ജോലി കൊണ്ട് ജീവിക്കാമെന്ന്. മനസ്സിലുണ്ടോ? അപ്പോൾ ജോലി എന്തിനാ? പഠിച്ചതെന്തിനാ? കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സ് ആവും. അപ്പോൾ ഈ ജോലി വേണം എന്ത് ചെയ്യാൻ? ജീവിക്കാൻ. അതുകൊണ്ട് ചില ഈ മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ ആളുകൾ പെൺകുട്ടികൾക്ക് ഉപദേശം കൊടുക്കുന്ന ടീച്ചർമാർ പറയണമെന്ന് അറിയോ, നമ്മളൊക്കെ സ്വന്തം കാലിൽ നിൽക്കണം. അപ്പോൾ ഒരു വിചാരിക്കും, സ്വന്തം കാലിൽ. അപ്പോൾ നമ്മളൊക്കെ നാൽക്കാലികളാ? അല്ലല്ലോ, സ്വന്തം കാലിൽ നിൽക്കണം. എന്നിട്ടോ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഒരു പുരുഷന്റെ മുന്നിൽ കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ എത്ര മോശമാണെന്ന് ഇസ്ലാം പറഞ്ഞെന്താ അറിയോ? അത് നിങ്ങളുടെ അവകാശമാണെന്നാ പറഞ്ഞു. ആരുടെ? ഒരു പെണ്ണിന്റെ അവകാശമാണ് ഭർത്താവിനോട് ചോദിച്ചു വാങ്ങുക എന്നത്. നമ്മോട് പറഞ്ഞതോ അത് കൊടുക്കൽ നിർബന്ധമാണ്, സ്വതക്കയാണ് എന്നാണ്. സ്വതക്കയാണെന്ന്. ഭാര്യയ്ക്കൊരു വസ്ത്രം വാങ്ങിക്കൊടുത്താൽ അത് സ്വതക്കയുടെ കൂലിയാണ്. ഹാജര് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ, അപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് അല്ലേ, മരുന്ന് പിടിക്കാൻ പൈസ അല്ല എന്നാണ്, 100 രൂപ കൊടുത്തു. ഹാജര് പ്രാർത്ഥിച്ചു, പടച്ചോനെ സ്വതക്ക നൽകി സ്വീകരിക്കണേ. അത് കഴിഞ്ഞ് ഭാര്യ വിളിച്ചു, നിങ്ങളെന്ത് വരണം? 2 കിലോ പഞ്ചസാരയും 5 കിലോ അരിയും മേടിച്ചിട്ട് വരണം. പടച്ചോനെ ആ പൈസ പോയി അല്ലേ, ആ പൈസ പോയോ? അത് സ്വതക്കയാണെന്നാണ് പറഞ്ഞത്. തൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കൽ അത് സ്വതക്കയാണ് എന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളെ വീടിൻ്റെ ഗ്യാസിൻ്റെ ബില്ലടക്കണത് മനസ്സിലാവുണ്ടോ? കറണ്ട് ബില്ലടക്കണത്, ഫോൺ ബില്ലടക്കണത്, വൈഫൈയുടെ ബില്ലടക്കണത്, എന്തെല്ലാം ബില്ല് വരുന്നുണ്ട്. പലചരക്ക് വാങ്ങണത്, പച്ചക്കറി വാങ്ങുന്നത്, അതുപോലെ തന്നെ മീൻ വാങ്ങുന്നത്, ഇറച്ചി വാങ്ങുന്നത്, ഇതെല്ലാം എന്താണ്?
സ്വതക്കയാണ്. ഏറ്റവും നല്ല സ്വതക്ക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത് എന്തിനാണെന്നറിയോ? അത് സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക. എന്താ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ? കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്കാണ്. അതുകൊണ്ട് നമ്മളെ മനസ്സിൽ അപ്പോൾ പ്രാർത്ഥന വരണത് അള്ളാഹു ഞാൻ സ്വതക്ക നൽകിയെന്ന്. ഭാര്യ ഒരു കാര്യം വിളിച്ചു പറഞ്ഞ് വാങ്ങിച്ചു പോകുമ്പോൾ പഠിച്ചോനെ ഞാൻ സ്വതക്ക നൽകി എന്ന മനസ്സോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പോകേണ്ടത്. പക്ഷെ ഒന്നും ഭർത്താക്കന്മാർ അങ്ങനെയല്ല. ഇതിപ്പോൾ ശമ്പളം കിട്ടിയ പകുതി വീട്ടിൽ, പിന്നെ ഇപ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റില്ല ആർക്കും. ഇത് കൊടുത്തിട്ടുണ്ട്, ഇത് മനസ്സിലായിട്ടില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മളെ ജീവിതത്തിൽ എന്ത് വേണം? ഇതേപോലെ ചില കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഭാര്യമാരോട് നല്ല രൂപത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. കച്ചറയും ബഹളവും തല്ലും വഴക്കും ഇതൊന്നും നമ്മൾ എവിടെയും കൊണ്ടെത്തിക്കില്ല. ഇതൊക്കെ അവസാനിച്ച് കിടക്കപ്പോഴാണെന്നറിയോ? സ്വന്തം ഭാര്യയുടെ ജനാസ മുന്നിൽ വരുമ്പോഴാണ്, സ്വന്തം ഭർത്താവിൻ്റെ ജനാസ മുന്നിൽ വരുമ്പോഴാണ്. ആ ജനാസക്ക് മുന്നിൽ കരഞ്ഞ് നിലവിളിച്ച് സ്നേഹം കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ജീവിച്ചിരിക്കുന്ന കാലത്തു പ്രിയപ്പെട്ടവരെ അവരെ സ്നേഹിച്ചാൽ, ഇപ്പോൾ ഈ പ്രായമുള്ള ആളുകളുടെ അവസ്ഥകൾ അലിച്ചോക്കുക. പ്രായമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവസാന കാലത്ത് പിന്നെ അവരുടെ റൂമിൽ 2 കട്ടിൽ വേണം. ഇതെന്താ? ഇന്ത്യയും പാകിസ്ഥാനാണ്. രണ്ടും കൂടി കൂട്ടിമുട്ടിയാൽ യുദ്ധം വരെ നടക്കും. അല്ലേ? നമ്മൾ അങ്ങനെ ആകരുത്. എന്താ ഈ പ്രായമായൊന്ന് ചേർന്ന് കിടന്ന വല്ല കുഴപ്പമുണ്ടോ? ഞാൻ അറിയാൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെറിയ പെൺകുട്ടി, പിന്നെ ചെറിയ കുട്ടികൾ ചോദിക്കും, അമ്മ ഇപ്പം എന്താ 2 ബെഡിലെടുക്കും? നമ്മളെ വാപ്പിയമ്മയൊക്കെ ഒറ്റ ബെഡിലാണല്ലോ, ഇവരെന്താ 2 കട്ടിലിൽ അപ്പുറത്ത്, ഒരാൾ നിലത്തും ഒരാൾ മുകളിലും? ഇതെന്താ സഹോദരങ്ങൾ നമുക്ക് മനസ്സിലാകത്ത്? ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അല്ലേ, ഇനി അവർക്കൊരു പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെ കിടന്നുകൊള്ളാൻ കഴിയണമെന്നില്ല. ആദ്യകാലങ്ങളിൽ ചൂടേറിയ ശരീരം പരസ്പരം സമ്മാനിച്ചവർ പിന്നീട് വാർദ്ധക്യകാലത്ത് പിന്നെ വേണ്ട എന്ന് വെക്കുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ എന്താണ് പ്രശ്നം? ഇത് വാപ്പാൻ ഒരാൾ കൊണ്ടുപോവാ, ഉമ്മാനെ മറ്റാളും കൊണ്ടുപോവാ. കണ്ടില്ലേ നിങ്ങൾ? അതെന്തിനാ? രണ്ടും കൂടി കൂട്ടിമുട്ടിയാൽ പ്രശ്നമാണ്. ഇസ്രായേൽ ഫലസ്തീനൊന്നല്ല, നമ്മളെ വാപ്പിമ്മേൻ രണ്ടും കൂടി കണ്ട പ്രശ്നം. ഇതുണ്ടാകരുത്. സഹോദരങ്ങളെ, ഒരുമിച്ച് കഴിയേണ്ടവരാണ്, ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. ഇതിലൊരിക്കൽ നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത്. എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞു തീർക്കണം. അത് രമ്യമായി, അത് രഹസ്യമായി, അത് ഭംഗിയായി പറഞ്ഞു തീർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ പരീക്ഷണവും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. എന്നിലധികം ജന്മം നൽകി 7 മക്കളിൽ 6 മക്കളും ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ പ്രതിസന്ധി റസൂലുള്ളാഹി തരണം ചെയ്തിട്ടില്ലേ? എങ്ങനെ? ജന്മം നൽകിയ 7 മക്കളിൽ 6 മക്കളും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടി വരുന്ന ഒരു പച്ചയായ പിതാവിന്റെ മാനസികാവസ്ഥ. ഇബ്രാഹിം എന്ന കുഞ്ഞാണ് 18 മാസം ജീവിച്ചത്. പ്രവാചകന്റെ 3 ആൺകുട്ടികളും ചെറിയ പ്രായത്തിൽ മരിച്ചുപോയി. കാസിം എന്ന കുഞ്ഞ് മരിച്ച് ഖദീജ റളിയല്ലാഹു അൻഹ ആ കുഞ്ഞിനെ കയ്യിലേന്തി വിളിച്ചു പറയുന്നുണ്ട്, പ്രവാചകരെ, നമ്മുടെ മകന്, നമ്മുടെ കുഞ്ഞിന് മുല കൊടുക്കാനുള്ള സാവകാശം പോലും അള്ളാഹു തന്നിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ സ്വന്തം ഭാര്യ റസൂലുള്ളാഹി ആശ്വസിപ്പിക്കാൻ മരണ വീട്ടിൽ, സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയെ ആശ്വസിപ്പിക്കുന്നത് ഖദീജ, നാളെ സ്വർഗീയ സ്ത്രീകൾ നമ്മുടെ മകന് മുല കൊടുക്കുന്നത് നിനക്ക് സന്തോഷമാകില്ലേ എന്ന് ചോദിച്ചിട്ട് സ്വന്തം ഭാര്യയെ ആശ്വസിപ്പിക്കേണ്ടി വന്നു, മരുമകനെ ആശ്വസിപ്പിക്കേണ്ടി വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു വിവാഹം കഴിച്ചു കൊടുത്ത ആ 2 പെൺകുട്ടികളും മരണപ്പെട്ടു പോയപ്പോ ആ ഖബറിന്റെ അരികിൽ നിന്ന് റസൂലുള്ളാഹി കണ്ണുനീര് വാർത്തിട്ടുണ്ട്. അല്ലേ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ എന്ന ആയത്ത് അവിടുന്ന് ചൊല്ലിയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തലതാഴ്ത്തി കരഞ്ഞുകൊണ്ട് വരികൻ. കാരണം തൻ്റെ 2ാമത്തെ ഭാര്യ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി എനിക്ക് ബന്ധമുണ്ടാകുന്ന ആ 2ാമത്തെ ഭാര്യയും മരണപ്പെട്ടു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ തോളിലൂടെ കൈയിട്ടിട്ട് പറയാൻ, ഉസ്മാൻ, എനിക്ക് വിവാഹത്തിന് പ്രായമുള്ള 3ാമതൊരു കുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ, പെൺകുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ അവളെ ഞാൻ താങ്കൾക്ക് വിവാഹം കഴിപ്പിച്ച് തരുമായിരുന്നു. എനിക്ക് 10 പെൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിലെ ഓരോന്നിനെയായിക്കൊണ്ട് ഞാൻ താങ്കൾക്ക് വിവാഹം കഴിപ്പിച്ചു തരുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം മരുമകനെ ആശ്വസിപ്പിക്കേണ്ടി വന്നത് ആർക്കാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളാൽ പരീക്ഷണങ്ങൾ ഏർപ്പെട്ടു. ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു പോയ ആ നാളുകൾ, ആ മഹദി മരിക്കുമ്പോൾ എന്താ റസൂലുള്ളാഹിനോട് പറഞ്ഞെന്നറിയോ? അള്ളാഹു താങ്കൾക്ക് എന്നേക്കാൾ നല്ല ഭാര്യമാരെ നൽകട്ടെ, നല്ല സന്താനങ്ങളെ നൽകട്ടെ എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. നമ്മുടെ ഭാര്യക്ക് തമാശക്ക് പോലും അത് പറയാൻ പറ്റൂല. ഏത് ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് വേറൊരു നല്ല ഭാര്യനെ നൽകട്ടെ എന്നല്ല,
വേറൊരിടത്തിൽ വരട്ടെ, അപ്പോഴെ കാണങ്ങളെ അടങ്ങറ്. ഞാനിങ്ങനെ കുറേ കാലം ജീവിച്ചില്ലേ. നമ്മൾ നേരെ തിരിച്ചാണ് പറയാ. നമ്മൾ തമാശയ്ക്ക് പറയലുണ്ട്, ഒരാൾ പിന്നെ ഭാര്യനോട് പറഞ്ഞു എനിക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കണം. ഈ ഭാര്യ ഉള്ളപ്പോൾ പറഞ്ഞു രണ്ടാമതൊരു വിവാഹം കഴിക്കണം. അപ്പോൾ ഭാര്യ പറഞ്ഞു ഞാൻ മരിച്ചിട്ട് എൻ്റെ കബറിൻ്റെ മുകളിലെ വെള്ളം വെറ്റിയിട്ട് നീ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ രണ്ടാമത് കല്യാണം കഴിച്ചാൽ മതി എന്നാണ്. കബറിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കുമല്ലോ അല്ലേ, ആ മണ്ണൊക്കെ ഒതുങ്ങാനൊക്കെ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കാറുണ്ട്. ആ വെള്ളം വെറ്റിയിട്ട് നിങ്ങൾ രണ്ടാമത് കല്യാണം കഴിച്ചാൽ മതി എന്ന് ഭാര്യ പറഞ്ഞു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ച് കഫൻ ചെയ്ത് കൊണ്ടുപോയി കബറടക്കി. വെള്ളം ഒഴിക്കുമ്പോൾ മൂപ്പര മനസ്സിലുണ്ട് ഇത് വെള്ളം വറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് പിന്നെ രണ്ടാമത് ഒരു പെണ്ണോക്കാൻ അല്ലേ. ഭാര്യയുടെ അവസാനത്തെ വസിയത്ത് ഇപ്പോൾ അതാണല്ലോ, വെള്ളം വറ്റിയിട്ട് കഴിച്ചാൽ മതി. എന്തായാലും ഇപ്പോൾ പിറ്റേ ദിവസം പോയി നോക്കലും മോശമല്ലേ. ആളൊരാഴ്ച കഴിഞ്ഞ് പോയി നോക്കി, കബറിൻ്റെ മുകളിൽ വെള്ളം അതേപോലെ ഉണ്ട്. കബറിൻ്റെ മുകളിൽ വെള്ളം അതേപോലെ ഉണ്ട്. അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ മഴയും പെയ്തിട്ടില്ല, മഞ്ഞുള്ള കാലഘട്ടമല്ല, വേറൊരു കബറിൻ്റെ മുകളിലും വെള്ളമില്ല, ഈ കബറിൻ്റെ മുകളിൽ വെള്ളം. ശരി, ചിലപ്പോൾ ഉണങ്ങാഞ്ഞിട്ടായിരിക്കും. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും പോയി നോക്കി, ആ കബറിൻ്റെ മുകളിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായത് എന്തോ പന്തികേടുണ്ട്. ആൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖബർസ്ഥാനിൽ പോയിരുന്നു, കണ്ണ് നട്ടിരിക്കുകയാണ് കബറിൻ്റെ മുകളിൽ എന്താ നടക്കുന്നത്. അപ്പം ഉണ്ട് ഒരു 11 മണിയാകുമ്പോൾ അളിയാക്ക ഒരു കുടം വെള്ളേറ്റ് വരികയാണ്. എന്താ അടിയാക്ക വെള്ളം കൊണ്ട് വരാനുള്ള കാരണം എന്നറിയോ? വേഗം പിടിച്ചിരുത്തി ചോദിച്ചു എന്താ നിങ്ങൾ വെള്ളം കൊണ്ട് പോകണമെന്ന്. അപ്പോൾ പറഞ്ഞ് എൻ്റെ പെങ്ങൾ മരിക്കുമ്പോൾ ഒരു വസിയത്ത് നൽകിയിട്ടുണ്ട്, ഒന്നരാട് എന്ത് ചെയ്യണം, എൻ്റെ കബറിൻ്റെ മുകളിൽ വെള്ളം കൊണ്ട് വന്ന് ഒഴിക്കണം എന്നാണ് അല്ലേ. മൂപ്പർക്ക് മനസ്സിലായി എന്ത്, ഇത് ജന്മമുണ്ടെങ്കിൽ ഈ പരിപാടി നടക്കൂലെന്ന്. അത്രയും സ്നേഹം ഉണ്ടാർക്ക് ആ മരിച്ചുപോയ ഭാര്യയ്ക്ക് ഭർത്താവിനോട്. ഞാൻ മരിച്ചാലും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരാൾ എന്ത് ചെയ്യരുത്, കഴിയരുത് എന്നുള്ള സ്നേഹമാണ്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായത് എന്താണ്, ഈ അളിയാക്ക എന്താ ചെയ്യണത്, പെങ്ങളുടെ അവസാനത്തെ വസിയത്താണ്, അതെന്ത് ചെയ്യണം, ജീവിതാവസാനം വരെ നിലനിർത്തണം എന്നാണ്. അപ്പോൾ അളിയാക്ക ജീവനുള്ള കാലത്തോളം എന്ത് ചെയ്യില്ല, മൂപ്പർക്ക് അടുത്തത് കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് സ്നേഹമുള്ളത്. സഹോദരങ്ങളെ, ഈ സ്നേഹം നമ്മൾ പറയുകയാണെങ്കിൽ ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ പറഞ്ഞ എന്താണ്, നിങ്ങൾക്ക് അത് അള്ളാഹു നല്ല ഭാര്യമാരെ നൽകട്ടെ, സന്താനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് മരിക്കുന്ന ഖദീജ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് അന്ന് അലി റളിയല്ലാഹു അൻഹ വീട്ടിലുണ്ട്, ചെറിയ കുട്ടിയാണ്. അലി റളിയല്ലാഹു അൻഹ അൻഹു പറയുന്നുണ്ട്, ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായ ആ രാത്രികളിൽ ആ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ കരച്ചിൽ ഞാൻ കേട്ടിരുന്നു എന്നാണ്. ഖദീജയെ ഓർത്തിട്ട് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി ഇങ്ങനെ വീട്ടിൽ കിടക്കുകയാണ്, അപ്പോൾ പുറത്തുനിന്നൊരു ശബ്ദം കേട്ടു. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ശബ്ദത്തോട് സാദൃശ്യമുള്ള സാമ്യതയുമുള്ള ഒരു ശബ്ദമാണ് കേട്ടത്. റസൂലുള്ളാഹി വേഗം ചാടി എഴുന്നേറ്റു, എന്നിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. നോക്കുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഖാല ബിൻത് ഖുവൈലിദാൻ. ഇത് ആരാണ്, ഖാലയാണോ എന്ന് ചോദിച്ചിട്ട് ഖാലയെ സ്വീകരിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. സ്വന്തം ഭാര്യയുടെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദം കേട്ടപ്പോൾ ചാടി എഴുന്നേറ്റ് പോയി നോക്കുന്ന പ്രവാചകൻ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യമാരെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ളതാണ്, ആത്മാർത്ഥമായി നമ്മൾ അവരോട് വർത്തിക്കാനുള്ളവരാണ്, അവരെ നമ്മൾ സഹായിക്കേണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ റസൂലുള്ളാഹി അടുക്കളയിലുണ്ടായിരുന്നു എന്നാണ്. ഇക്കാമത്ത് കൊടുത്താൽ റസൂലുള്ളാഹി പള്ളിയിലേക്ക് പോകുന്നതാണ്. ഭാര്യയ്ക്ക് വേണ്ടി വീട്ടിൽ സഹായിച്ചു. പ്രവാചകനെ കുറിച്ച് എന്താ പറഞ്ഞറിയോ? ചെരുപ്പ് തുന്നിയിരുന്നു, ഭക്ഷണം പാകം ചെയ്തിരുന്നു, വസ്ത്രം അലക്കിയിരുന്നു. നമ്മളെന്താ ചോദിക്കുക? ഭക്ഷണമല്ലേ എന്ന് ചോദിക്കുക അല്ലേ? എൻ്റെ ചെരുപ്പ് എവിടെയെന്ന് ചോദിക്കുക, എൻ്റെ വസ്ത്രം തേച്ചില്ലേ എന്നാണ് ചോദിക്കുക. തിരുമ്പ് പോയിട്ട് തേക്ക് പോലും ചെയ്യില്ല. അതൊക്കെ അവരുടെ ഡ്യൂട്ടിയായി നമ്മൾ കൊടുത്തു. പക്ഷേ പരസ്പരം സഹകരിച്ചും സഹായിച്ചും ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, ആയിഷ ഇന്നെന്താ കഴിക്കാനുള്ളത്? അപ്പോൾ ആയിഷ പറഞ്ഞു, റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒന്നും കഴിക്കാനില്ല, പ്രഭാതത്തിലാണ്, എന്നാൽ എനിക്കൊന്ന് നോമ്പാണെന്ന് അല്ലേ. ഒരു ദിവസം ഭക്ഷണം കൊണ്ടുവന്ന് റൊട്ടി കൊണ്ടുവന്ന് വെച്ചു. ആ റൊട്ടി കൊണ്ടുവന്ന് വെച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി കറി ചോദിക്കാൻ. പറഞ്ഞു കറിയൊന്നുമില്ല, സുർക്കുണ്ടെന്ന്. ആ സുർക്ക കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ സുർക്ക കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിച്ചിട്ട് പറയാണ്, ആയിഷ സുർക്ക എത്ര നല്ല കറിയാണ്. സുർക്കയും റൊട്ടിയും തമ്മിൽ എങ്ങനെ ഉണ്ടാവും കോമ്പിനേഷൻ അല്ലേ? അത് കഴിച്ചിട്ട് റസൂലുള്ളാഹി പറയണത് നല്ല കറിയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം സ്വാദോടുകൂടി കഴിക്കുമ്പോൾ ആ പ്രയാസത്തിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ, ഞെരുക്കത്തിൻ്റെ നാളുകളിൽ പോലും സ്വന്തം ഭാര്യ കൊണ്ടുവന്ന് തന്ന ഭക്ഷണം എന്താണോ ആ ഭക്ഷണത്തെ റസൂലുള്ളാഹി ഏറ്റവും നന്നായി കാണാൻ സമയം കണ്ടെത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ നല്ല അഭിപ്രായങ്ങൾ പറയേണ്ടവരാണ് അല്ലേ. വീട് നല്ല രൂപത്തിൽ അടിച്ചു തുടച്ചിട്ടാൽ അന്ന് ഉഷാറായിട്ടുണ്ടല്ലോ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. പക്ഷെ നേരെ തിരിച്ചാൽ പറയാം, എന്താ പറ്റി,
എന്താ ഇപ്പോൾ നോമ്പൊന്നും ആയിട്ടില്ലല്ലോ, എന്താ ഇപ്പോൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടുന്ന് പോകാൻ നിൽക്കുക എന്ന് ചോദിച്ചാലോ അത് നേരെ തിരിച്ചായി അല്ലേ. നമ്മളങ്ങോട്ടും ഇങ്ങോട്ട് മത്സരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞ് പിന്നെ മത്സരിക്കാൻ തല്ലുകൂടാ എന്ന പരിശ്രമം നടത്തുക. ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനോട് എന്നും ഇല്ല 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 എന്നുള്ള പരാതി പറഞ്ഞപ്പോൾ ഒരിക്കലും ഭർത്താവ് ചോദിച്ചു എന്നാണ്, ഈ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുമോന്ന് അല്ലേ, എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുമോന്ന്. അപ്പോൾ ഭാര്യ പറഞ്ഞു, പഞ്ചസാര തീർന്നിട്ടുണ്ട്, അരി കഴിഞ്ഞിട്ടുണ്ട്, ബില്ലടക്കാറായിട്ടുണ്ട്, ഗ്യാസും കഴിഞ്ഞിട്ടുണ്ട്, ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഉണ്ട് 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 ഒക്കെ ശരിയാണ് അല്ലേ. പക്ഷെ എന്താണ് എല്ലാം ഇല്ല എന്നുള്ളതിൻ്റെ അതേ രൂപത്തിലാണ്. നമ്മളെന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി കൊടുക്കുക. മറുപടി കൊടുത്തിട്ട് എന്തായി, പിന്നെ വ്യവസ്ഥ വേണ്ടരും. അതിൻ്റെ മുന്നേ പിന്നെ ക്ലിപ്പ് ഇടാനൊക്കെ തുടങ്ങും. ക്ലിപ്പ് ഏതാ ക്ലിപ്പ്? നിങ്ങൾ അവിടുന്ന് പറഞ്ഞതുണ്ടല്ലോ, എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ആരൊക്കെ ഉണ്ടാകുന്നു എനിക്ക് ഓർമ്മയുണ്ട്. ആ കല്യാണ സദസ്സിൽ വെച്ചിട്ട് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് എന്നെ പറഞ്ഞു ആ ക്ലിപ്പ് നമ്മൾ ഇടും അല്ലേ. അവിടെ ആരൊക്കെ ഉണ്ട്, ആ സമയവും ആ ദിവസവും ആ ഡേറ്റും ഒക്കെ ഓർമ്മ ഉണ്ടാവും. എന്നിട്ട് അവസാനം പറയും, പിന്നെ ഞാൻ അപ്പം നിങ്ങളെ കൂടെ ജയിക്കണം എന്തിനാ അറിയോ, ഈ മക്കളെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. പിന്നെ ഇപ്പം എന്തിനാ ജയിക്കുന്നു? മൂപ്പര വേണ്ടെങ്കിൽ പിന്നെ മക്കളെ കുറിച്ച് ജീവിച്ചിട്ടെന്താ? അപ്പോൾ ക്ലിപ്പായി, ഗണ്ടനായി, മുഖാമുഖായി, സംവാദമായി, വ്യവസ്ഥയായി, പിന്നെ അവസാനം തല്ലും വടക്കും പിരിയലായി. സഹോദരങ്ങളെ, ഒരു കാരണവുമില്ലാതെ പിരിയുന്ന ആൾക്കാരുണ്ട്. ഒരു കാരണവുമില്ലാതെ പിരിയണം. എന്താ തമ്മിൽ പ്രശ്നം? ഒന്നുമില്ല, വെറുതെ പിരിയാ. ഒരു കേസ് എങ്ങനെ വെച്ചാൽ, പിന്നെ ഒരു ഭാര്യയും ഭർത്താവും ഒരു കൗൺസിലറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞെന്താ പറയുക, ഞങ്ങൾക്ക് രണ്ടാക്കൊന്ന് പിരിച്ചെന്നാൽ മതി, നിങ്ങൾ വേറെ ഒന്നും വർത്തമാനം പറയണ്ടെന്നാണ്. അപ്പോൾ ഈ കൗൺസിലർ ചോദിച്ചു, പിരിച്ചെന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് അറിയണമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യനോട് ചോദിച്ചു എന്താ പ്രശ്നം, ഭർത്താവിനോട് ചോദിച്ചു എന്താ പ്രശ്നം. ഭർത്താവ് ആദ്യം പ്രശ്നം പറഞ്ഞു, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പറഞ്ഞു, എന്താ അറിയോ, അവൾ എനിക്ക് വേണ്ടി യാതൊന്നും ചെയ്തു തരുന്നില്ല. അവൾ വീടൊക്കെ വൃത്തിയാക്കി, പിന്നെ അടുക്കളൊക്കെ വൃത്തിയാക്കി, പാത്രമൊക്കെ കഴുകി വെച്ച് ആ വിയർപ്പോട് കൂടി ആ ഗന്ധത്തോട് കൂടിയിട്ടാണ് എൻ്റെ ബെഡ്റൂമിലേക്ക് വരിക. അതുകൊണ്ട് എനിക്ക് അവളെ തീരെ താല്പര്യമില്ല. അവൾ എനിക്ക് വേണ്ടി യാതൊന്നും ഒരുങ്ങണില്ല, തയ്യാറെടുക്കണില്ല. ശരി, എന്നിട്ട് ഭാര്യനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെ പ്രശ്നം എന്താണ്? അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ എപ്പോൾ റൂമിലേക്ക് ചെല്ലുകയാണെങ്കിലും മൂപ്പര് തിരിഞ്ഞെടുക്കാൻ, മൂപ്പർക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഈ കൗൺസിലർക്ക് ഒരു പന്തികേട് തോന്നി, എന്താ ഇത് കുഴപ്പം അല്ലേ. അപ്പോൾ ചോദിച്ചു ഭർത്താവിനോട്, നിങ്ങളെന്താ ഈ തിരിഞ്ഞെടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഈ പെണ്ണ് കുളിക്കാതെ, ഭാര്യ കുളിക്കാതെ വരണോണ്ടാണ് നീണത്, ആ വിയർപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് മൂപ്പര് തിരിഞ്ഞെടുക്കണത്. അപ്പോൾ ഭാര്യനോട് ചോദിച്ചു, നിങ്ങളെന്താ കുളിക്കാതെ പോകണമെന്ന്. അപ്പോൾ പറഞ്ഞു ഭാര്യ, മൂപ്പര് തിരിഞ്ഞെടുക്കണോണ്ടാണ് എന്ന്. അപ്പോൾ സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? ഇത് തിരിഞ്ഞെടുക്കണം എന്താ, ഇത് കുളിക്കാതെ പോകണോണ്ടാണ്, ഇത് കുളിക്കാതെ പോകണെന്താ, ഇത് തിരിഞ്ഞെടുക്കണോണ്ടാണ്. ഇതാണ് ഇപ്പോൾ ഓരോ പ്രശ്നം. ഇത് പരസ്പരം അപ്പൊന്നും പറഞ്ഞിട്ടില്ല. പെണ്ണ് വിചാരിച്ചെന്താണ്, ഞാൻ കുളിച്ചിട്ട് പോയിട്ട് എന്താ, മൂപ്പര് തിരിഞ്ഞെടുക്കല്ലേ, മൂപ്പര് തിരിഞ്ഞെടുക്കണം എന്താ, ഇത് കുളിക്കാതെ വരണോണ്ട്. ഇത്രേ ഉള്ളൂ പ്രശ്നം. ഇതിൻ്റെ പേരിലാണ് എന്ത് ചെയ്യണത്, തൊലാക്ക് പോവാണെന്ന് പറഞ്ഞ് ഈ കൗൺസിൽ പറഞ്ഞു എന്നാണ് അവസാനം. എന്ത്, ഒരാൾ തിരിയുക ഒരാൾ കുളിക്കുക, അത്രേ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. ഇതാണ് പലപ്പോഴും ചെറിയ കാര്യങ്ങളുടെ പേരിൽ എന്ത് ചെയ്യാണ്, തമാശല്ല, ചെറിയ കാര്യങ്ങളുടെ പേരിലാണ് പല ബന്ധങ്ങളും എന്ത് ചെയ്യണത്, അവസാനം മുറിയണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഭാര്യമാർക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങണമെന്ന്. ഭർത്താക്കന്മാരോട് ഭാര്യമാർക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങണമെന്ന്. ഭാര്യമാർ ഒരുങ്ങി വരാൻ ഭർത്താക്കന്മാർക്ക് ആഗ്രഹം ഉണ്ടാവും, മനസ്സിലാവുണ്ടോ? എന്നാൽ ഭർത്താക്കന്മാരെങ്ങനെ ഇരിക്കുക, വല്യാപ്പം മരിച്ചപ്പോൾ അനന്തരം കിട്ടിയാലും കീറ തുണി ഉണ്ടാവും അല്ലേ. വല്യപ്പ ഒഴിവാക്കിയ കുറേ ഓട്ടുള്ള ഒരു ബനിയനുണ്ടാവും. എന്നിട്ട് രാത്രി തിന്ന ഇറച്ചി പല്ല് കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കണ്ടാവും എന്ന് പറഞ്ഞിട്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭാര്യ കുളിച്ച് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മളെ ബെഡ്റൂം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഇബാദത്തിൻ്റെ കേന്ദ്രമാണ്. അതിരുകളില്ലാത്ത ആസ്വാദനത്തിൻ്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് ബെഡ്റൂമിൽ നമസ്കാരമുള്ളത് പോലെ തന്നെ നമ്മുടെ സ്വകാര്യത നമ്മൾ പങ്കുവെക്കുമ്പോൾ ഇതെല്ലാം മാന്യമായി, വൃത്തിയിൽ, ഭംഗിയിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. ഇത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല ഒരു പെണ്ണിനെക്കുറിച്ചും ആണിനെക്കുറിച്ചും പറയുമ്പോൾ ഞങ്ങളൊന്ന് ചിന്തിച്ചാൽ, നമ്മളെ കല്യാണം നടന്ന ഡേറ്റ്, കല്യാണം നടന്നവർ കേട്ടോ, ആ ഡേറ്റ് നമ്മൾ ആലോചിക്കുക. ആരും മറന്നുണ്ടാവില്ല, വർഷം. ചിലപ്പോൾ 2 നിലക്ക് ഓർക്കുന്ന ആൾക്കാരുണ്ടാവും. ഒന്നില്ലെങ്കിൽ ഒന്ന് കുടുങ്ങി നിലക്കോ അല്ലെങ്കിൽ ഒന്ന് കഴിച്ചിലായി നിലക്കോ, 2 നിലക്ക് ആലോചിക്കുന്ന ആൾക്കാരുണ്ടാവും. ആ വിവാഹം നടന്ന ആ കല്യാണത്തിൻ്റെ വർഷങ്ങൾ ആലോചിച്ച് നോക്കി. ആ വർഷം മുതൽ ഇന്നത്തെ വർഷം വരെ ചിലപ്പോൾ ഒരു 20 വർഷം ഉണ്ടാവും, ചിലപ്പോൾ 30 വർഷം ഉണ്ടാവും, ചിലപ്പോൾ ഒരു 5 വർഷം ഉണ്ടാവും, 12ഉം 15ഉം ഒക്കെ വർഷമുള്ള ഒരു കൂട്ടത്തിലുണ്ടാവും. ഇനി ഞാൻ പറയണ ഈ ഹദീസ് എപ്പോഴെങ്കിലും ആ ഒരു കാര്യം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ ഈ വർഷത്തിനിടക്ക് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. എന്താ റസൂലുള്ളാഹി പറഞ്ഞോ, റഹിമല്ലാഹു റജുലൻ, ഒരു മനുഷ്യന് അള്ളാഹു കാരുണ്യം നൽകട്ടെ. റസൂലുള്ളാഹി പ്രാർത്ഥിക്കാൻ, ഖാമ മിനൽ ലൈലി, അവൻ രാത്രി എഴുന്നേൽക്കുന്നു, ഫസല്ല, അവൻ നമസ്കരിക്കുന്നു,
വഅയ്കല ഇംറഅതഹു, തൻ്റെ ഭാര്യയെ എഴുന്നേൽപ്പിക്കുന്നു. സുബഹി നിസ്കാരത്തിനല്ലട്ടോ, രാത്രി നമസ്കാരത്തിന്. അവൻ എഴുന്നേറ്റ് നമസ്കരിച്ച് അവൻ്റെ ഭാര്യയെ അവൻ എഴുന്നേൽപ്പിക്കുന്നു. ഫഇൻ അബത്, അവൾ വിസമ്മതിക്കുന്ന സമയത്ത് അവളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനത്തെ ഒരു പുരുഷന് അള്ളാഹു സുബ്ഹാനഹു വതആല കാരുണ്യം നൽകട്ടെ എന്ന് ആരാ പ്രാർത്ഥിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു. ഇനി പുരുഷന്മാരാലോചിച്ച് നോക്കിയേ, ഈ പറഞ്ഞ വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ എഴുന്നേറ്റ് നമസ്കരിച്ച്, അല്ലെങ്കിൽ ഞാൻ ആ എഴുന്നേറ്റ സമയത്ത് ഭാര്യയെ രാത്രി നമസ്കാരത്തിന് വേണ്ടി, സുബഹിക്ക് എന്തായാലും നമ്മൾ എഴുന്നേൽക്കും, സംശയമല്ല, ആ രാത്രി നമസ്കാരത്തിന് വേണ്ടി നമ്മൾ അവളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിച്ച, അല്ലെങ്കിൽ അവളെ തട്ടി നെയ്പ്പിച്ച, അവളെ വിളിച്ചെഴുന്നേൽപ്പിച്ച ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് യോഗ്യരാണ് നമ്മൾ. അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ഇത്രയും വർഷമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഈ രണ്ടാമത് അതിൻ്റെ ഭാഗം പറഞ്ഞു എന്ത്? ഇതേപോലെ തന്നെ റഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വതആല കാരുണ്യം നൽകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാൻ. ഖാമത്തു മിനൽ ലൈലി ഫസല്ലത്ത്, അവൾ എഴുന്നേറ്റ് നമസ്കരിച്ചു. ഫഅയ്കലത്ത് സൗജഹ, തൻ്റെ ഭർത്താവിനെ അവൾ തട്ടി വിളിപ്പിക്കാൻ. അല്ലേ, ഭർത്താവ് വിസമ്മതിക്കുമ്പോൾ ഭർത്താവിൻ്റെ മുഖത്ത് വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിക്കുന്ന ഭാര്യ. എത്ര മനോഹരമായ കുടുംബജീവിതം അല്ലേ. രണ്ടുപേരും നമസ്കരിച്ച് ആ നമസ്കാരപ്പായിലിരുന്ന് കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഓർത്ത് പ്രാർത്ഥിച്ച്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അല്ലേ, ഭർത്താവിൻ്റെ കച്ചവടവും ആ മനുഷ്യൻ്റെ ജോലിയിലൊക്കെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി രാത്രിയുടെ അവസാനത്തെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഹൈറാണ്. ഇത് ഒരുമിച്ച് നടക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലാവുണ്ടോ? ഇത് നടക്കണം സഹോദരങ്ങളെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ. ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് വിരിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ ഓർമ്മ? കുറേ തിന്നാൻ തരും, കുറേ വസ്ത്രം വാങ്ങിത്തരും, ഇതല്ല ഓർമ്മ ഉണ്ടാകേണ്ടത്. മതപരമായ ഓർമ്മകൾ നമുക്കുണ്ടാകണം, ദീനീപരമായ ഓർമ്മകൾ നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചൊക്കെ സ്വഹാബി വനിതകളെ, ഭർത്താക്കന്മാർ പലരും യുദ്ധത്തിൽ മരണപ്പെട്ടു പോയി. ആ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ ഭർത്താക്കന്മാരുടെ പകരം അവരെ പുനർവിവാഹം കഴിക്കാൻ വേണ്ടി അറിയപ്പെട്ട സ്വഹാബികൾ വരുന്ന സമയത്ത് ആ സ്വഹാബികളെ ഇവർ വിസമ്മതിക്കും. ഞങ്ങൾക്ക് നിങ്ങളുമായി വിവാഹം വേണ്ട എന്ന് പറയും. എന്താ കാരണം പറയുന്നറിയോ? ഈ ദുനിയാവിൽ എനിക്ക് ആരാണോ അവസാനത്തെ ഇണ, ആരാണ് അവസാനത്തെ ഭർത്താവ്, അവരായിരിക്കുന്ന ആളെ സ്വർഗത്തിൽ എൻ്റെ കൂടെ പരലോകത്തുണ്ടാകുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരിച്ചുപോയ എൻ്റെ ആ ഭർത്താവിന് എനിക്ക് പരലോകത്ത് കിട്ടണം. താങ്കളെ ഞാൻ വിവാഹം കഴിച്ചാൽ താങ്കളാകും എൻ്റെ ദുനിയാവിൽ അവസാനത്തെ ഭർത്താവ് ഒരു പക്ഷേ. അതുകൊണ്ട് ആ മനുഷ്യനെ എനിക്ക് കിട്ടില്ലല്ലോ എന്ന പേടിയും ബേജാറും കൊണ്ടാണ് ഞങ്ങൾ പുനർവിവാഹത്തിന് സമ്മതിക്കാത്തത് എന്ന് സ്വഹാബി വനിതകൾ പറയുമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിച്ചതുപോലെ സന്തോഷപൂർവ്വം സ്വർഗത്തിലും കഴിയാൻ അവരാഗ്രഹിച്ചിരുന്നു. അങ്ങനെയായിരുന്നു അവരുടെ കുടുംബജീവിതം. ഇതിവിടെ ആണെങ്കിലോ എങ്ങനെയെങ്കിലും നിട്ടെറിഞ്ഞു പോയാൽ കുറച്ച് സമാധാനമായി വീട്ടിലൊന്ന് ചെന്ന് നിന്നാലാണ് കുറച്ച് സ്വസ്ഥത എന്ന് ചിന്തിക്കില്ല. മരിച്ചാലും എനിക്ക് ആ ഭർത്താവിനെ കിട്ടണം എന്നാഗ്രഹിച്ച സ്വഹാബി വനിതകൾ. ഇനി സഹോദരിമാരെ, നിങ്ങളാലോചിച്ചോക്കുക, നിങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല ഭാര്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് ചില ക്വാളിറ്റികൾ പറഞ്ഞിട്ടുണ്ട്. ഖൈറുൻ നിസാഇ ഇദാ നളർത ഇലൈഹാ സറത്തുക എന്നാണ്. ഭർത്താവ് നോക്കുമ്പോൾ ഭർത്താവിന് സന്തോഷം നൽകുന്ന ഭാര്യ. ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ എന്നല്ല, നോക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ടാകണം. അവളുടെ കണ്ണുകളിൽ, അവളുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകണം. ഇന്ന് പാൽക്കാരനോട് ചിരിക്കും, പേപ്പറുകാരനോടും ചിരിക്കും, മീൻകാരനോടും ചിരിക്കും, ഒക്കെ ചിരിക്കും. ഒന്ന ഭർത്താവിനോടാണെങ്കിലോ ഭയങ്കര പരുഷമായ മുഖത്തോട് കൂടിയിട്ട് നിൽക്കുക അല്ലേ. അയൽവാസിയായൊരു മനുഷ്യൻ എന്താ താത്താങ്ങളെ ഭർത്താവ് എന്ന് ചോദിച്ചാൽ ആ റാഹത്ത് തന്നെയാണെന്ന് പറയും. എന്നാൽ ഭർത്താവ് എന്താ എൻ്റെ ഭർത്താവ് എന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ വർത്താനം ചോദിക്കാൻ വരിക, നിങ്ങൾക്ക് അറിഞ്ഞൂടെ എൻ്റെ വർത്താനം, അപ്പം എന്തിനാ ചോദിക്കണത്? അതല്ല, നല്ല മാന്യമായി സംസാരിക്കണം. ഭർത്താവ് നോക്കുമ്പോൾ സന്തോഷം, നോക്കുമ്പോൾ സന്തോഷം. ആ ഹദീസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നോക്കുമ്പോൾ സന്തോഷം കിട്ടണമെന്ന്. അതെങ്ങനെ കിട്ടുക? റസൂലുള്ളാഹി പറഞ്ഞു ഖബ്ബാബിൻ്റെ ഭാര്യ സ്വർഗത്തിലാണ്. അപ്പോൾ സ്വഹാബി വനിതകൾക്കൊരു സംശയം, എങ്ങനെയാണ് ഖബ്ബാബിൻ്റെ ഭാര്യ സ്വർഗത്തിൽ പോയത്? അപ്പോൾ സ്വഹാബി വനിതകൾ വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞങ്ങളെപ്പോലൊരു പെണ്ണാണ് അവൾ എന്താണ് സ്വർഗത്തിൽ പോകാനുള്ള കാരണം ഞങ്ങൾക്ക് അറിയണം എന്നാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പണിക്കാരനാണ്. അദ്ദേഹം കൊല്ലപ്പണിശാലയിലേക്ക് രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ സന്തോഷത്തോടു കൂടി യാത്ര അയക്കും. ഭർത്താവ് പണിമാറ്റി വരുമ്പോൾ, ഖബ്ബാബ് പണിമാറ്റി വരുമ്പോൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. ഇതാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയുടെ പ്രത്യേകത എന്നാണ്.
സന്തോഷത്തോടുകൂടി യാത്രയ്ക്കുക, സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക. ഇത്തരം ഈ 2 കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഖബ്ബാബിൻ്റെ ഭാര്യ സ്വർഗത്തിൽ പോയി എന്നാണ്. അപ്പം നമുക്കതുണ്ടാകണം, നമ്മുടെ സ്വഭാവത്തിൽ അതുണ്ടാകണം. ഭർത്താക്കന്മാരോട് സന്തോഷപൂർവ്വം നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്ത് പ്രയാസം ഉള്ളിലുണ്ടെങ്കിലും ആ മനുഷ്യനെ നമ്മൾ അറിയിക്കുക. അതൊക്കെ പറയേണ്ട സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ ഗൾഫിലുള്ള ഭർത്താക്കന്മാരോട് ഇവിടുത്തെ പല കാര്യങ്ങളും വിളിച്ചു പറയും, ഒരു കാര്യം ഉണ്ടാവില്ല. അതെന്താ, എൻ്റെ സമാധാനം പോയി, അതുകൊണ്ട് മൂപ്പരും കുറച്ച് അവിടെ അടങ്ങറായിക്കോട്ടെ എന്നാണ്. മൂപ്പരാണെങ്കിൽ കഫീലിൻ്റെ ചീത്തയും കേട്ട് പ്രയാസം കേട്ട് വഴക്കം കേട്ട് നിൽക്കായിരിക്കും. അപ്പോൾ എന്തിനാ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞത്? അത് വെറുതെ വിളിച്ചു പറഞ്ഞതാണ്. നമ്മൾ ചിന്തിക്കുക, അബൂ ത്വൽഹ, ഉമ്മു സുലൈം, ഈ 2 ആളുകളുടെ ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. അബൂ ത്വൽഹ ഭർത്താവാണ്, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഭാര്യയാണ്. നല്ല കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ദിവസം അബൂ ത്വൽഹ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടിക്ക് നല്ല രോഗമുണ്ട്, പനിയുണ്ട്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, കുട്ടിക്ക് നല്ല രോഗമാണ്, അതുകൊണ്ട് നീ അവനെ നന്നായി പരിചരിക്കണം എന്ന് പറഞ്ഞിട്ട് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വീട് വിട്ടിറങ്ങി. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വീടൊക്കെ വൃത്തിയാക്കി കുട്ടിക്ക് വേണ്ട ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കുട്ടിയെ പരിചരിക്കാൻ വേണ്ടി കുട്ടി കിടക്കുന്ന ഭാഗത്തേക്ക് ചെന്നപ്പോഴേക്കും ആ കുട്ടി മരണത്തിൻ്റെ സക്കറാത്തിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി മരിച്ചു. എന്തായിരിക്കും ആ വീടിൻ്റെ അവസ്ഥ? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ചെയ്തത് എന്താ അറിയോ? ആ കുട്ടിയെ എടുത്തിട്ട് സ്വന്തം കൈകൾ കൊണ്ട് കുളിപ്പിച്ചു, എന്നിട്ട് കഫൻ ചെയ്തു, അവിടെ തന്നെ കിടത്തി. ഭർത്താവ് വരും വരെ കാത്തുന്നു. എന്നിട്ട് എന്നും എങ്ങനെയാണോ ഭർത്താവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്നത്, ഒരു മാറ്റമില്ലാതെ ചെന്നു. ഭർത്താവിന് കുളിക്കാനുള്ള വെള്ളം, മാറ്റാനുള്ള വസ്ത്രം ഒക്കെ വെച്ചു കൊടുത്തു. എന്നിട്ട് ഭക്ഷണം മുന്നിൽ വെച്ചു കൊടുത്തു. ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഭർത്താവിനോടൊരു ചോദ്യം. എന്താ ചോദ്യം എന്ന് വെച്ചോ, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കടം തന്നാൽ അതിൻ്റെ സമയം എത്തിക്കഴിഞ്ഞാൽ സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതെന്നാണ്. ഒരു മനുഷ്യൻ എന്തെങ്കിലും കടം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് തിരിച്ചു കൊടുക്കുന്ന സംശയമില്ല. എങ്കിൽ അള്ളാഹു നമുക്ക് എന്തെങ്കിലും കടം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമയം അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു തിരിച്ചെടുക്കില്ലേ എന്നാണ്. അബൂ ത്വൽഹ പറഞ്ഞു, തിരിച്ചെടുക്കും. എങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ നമ്മുടെ സമ്മാനത്തെ, നമ്മുടെ മകനെ അള്ളാഹു തിരിച്ചെടുത്തിരിക്കുന്നു എന്നാണ്. ഇങ്ങനെയാണ് സ്വന്തം മകൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞത്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചില്ല. ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കഫൻ ചെയ്ത് കിടത്തിയിരിക്കുകയാണ് സ്വന്തം മകനെ. അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. നേരെ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് ഓടി. എന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ എത്ര മോശമാണ് അവൾ. റസൂലേ, അവളെപ്പോലെ മോശമുള്ളവൾ വേറെ ആരാണ്? എന്താ കാരണം? റസൂലുള്ളാഹി അന്വേഷിച്ചു, കാരണങ്ങൾ പറഞ്ഞു കൊടുത്തു. എൻ്റെ മകൻ മരിച്ചിട്ടൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. അവസാനമാണ് എന്നോട് പറഞ്ഞത്. അവസാനമാണ് പറഞ്ഞത്. റസൂലുള്ളാഹി പറയണം, അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാര്യ നാളെ ശമാലുക്കളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ് ആ ഭാര്യ റസൂലുള്ളാഹി പ്രശംസിച്ചു. എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാതെ, പ്രയാസപ്പെടുത്താതെ, ആ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കാതെ ആശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ നാളെ ശമാലുക്കളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ഭാര്യമാരെ, നമ്മൾ എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ എവിടെ നിൽക്കും നമ്മൾ ആലോചിക്കണം. ഖദീജ റളിയല്ലാഹു അൻഹയെ മാതൃകയാക്കുന്ന, ഐഷ ബിബിയെ മാതൃകയാക്കുന്ന, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മാതൃകയാക്കുന്ന ഒരു ക്ഷമയുള്ള ഭാര്യയായി മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലായ്മകളും പോരായ്മകളും പ്രയാസങ്ങളും മുന്നിൽ വന്ന് പറയുമ്പോൾ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ ആ മനുഷ്യനെ ആളി കത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ല, ആ മനുഷ്യന്റെ മനസ്സിൽ കുളിർമഴയായി ആശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ട് പെയ്തിറങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പൊട്ടിത്തെറിക്കാൻ എല്ലാവർക്കും പറ്റും, പ്രയാസങ്ങൾ പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ ആശ്വസിപ്പിക്കുക, ക്ഷമ കൈക്കൊള്ളുക എന്ന് വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. സഹോദരങ്ങളെ, അതുണ്ടാകണം ജീവിതത്തിൽ. അവർക്കേ നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ നല്ല പെണ്ണിന്റെ ക്വാളിറ്റിയിൽ ഏർപ്പെടാൻ കഴിയുകയുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതായി പറഞ്ഞത്, വഇദാ അമർതഹ അതാഅതുക, തന്റെ ഭർത്താവ് പറഞ്ഞാൽ
അനുസരിക്കുന്നവളായിരിക്കും. സ്വന്തം ഭർത്താവിന്റെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ട സമ്പത്തിനെയും ശരീരത്തിനെയും സംരക്ഷിക്കുന്നവളായിരിക്കുമെന്നാണ്. രണ്ട് കാര്യമാണ്, സമ്പത്ത്, അതുപോലെ തന്നെ ശരീരം. ചെലവ് അല്ലേ, നമ്മുടെ എല്ലാവരുടെയും ചെലവ് ഒരുപോലെയാണ്, പക്ഷെ വരവ് പല മാർഗം. ഞാൻ എൻ്റെ ഫോണിൽ റീചാർജ് ചെയ്ത പോലെയാണ് നിങ്ങളെല്ലാവരും ഫോണിൽ റീചാർജ് ചെയ്തിട്ടുണ്ടാകുക. എൻ്റെ ചെരുപ്പിൻ്റെ അതേ വിലയ്ക്കും ചിലപ്പോൾ നിങ്ങളുടെ ചെരുപ്പിൻ്റെ അതേ വില അല്ലേ. ഞാൻ പെട്രോൾ അടിക്കണ പോലെ തന്നെ പെട്രോളിൻ്റെ അതേ വില നിങ്ങൾക്കുള്ളത്. ഗ്യാസിൻ്റെ വില സെയിമാണ്, മീനിൻ്റെ വില സെയിമാണ്, പച്ചക്കറിയുടെ വില സെയിമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ വരവ് എങ്ങനെയാണ്? അതൊരുപോലെയല്ല, പല രൂപത്തിലാണ്, പല കോലത്തിലാണ്. രണ്ടറ്റം മുട്ടിക്കാൻ എന്നത് ഒരു വാചകമായി നമ്മൾ പറയുമെങ്കിലും പല കുടുംബനാഥന്മാരും ഇന്ന് ഭാര്യ അറിയാതെ വലിയ കടത്തിലാണ്. മക്കൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുണ്ട്, ഭാര്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വീടിൻ്റെ ചെലവുകൾ പ്രിയപ്പെട്ടവരെ ചുരുക്കാൻ നമുക്ക് കഴിയണം. ആവശ്യത്തിന്, അനാവശ്യത്തിന്, അത്യാവശ്യത്തിന്. ഇതിലാകെ രണ്ട് കാര്യം ആവശ്യമുള്ളൂ. എന്ത്? ആവശ്യത്തിനും അത്യാവശ്യത്തിനും. അനാവശ്യത്തിന് വേണ്ടി ഒരു രൂപ പോലും നമ്മൾ ചെലവഴിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മളെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്, എന്തെല്ലാം കോലാഹലങ്ങളും ബഹളങ്ങളുമാണ് അതിൻ്റെ പേരിൽ നടക്കാറുള്ളത്. എന്തെല്ലാം ദൂർത്തുകളാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ നടക്കാറുള്ളത്. എത്ര ദിവസമാണ് കല്യാണം തന്നെ നടക്കാറുള്ളത്. മഞ്ഞൾ കല്യാണം, അരിക്കുത്ത് കല്യാണം അല്ലേ, അറബി കല്യാണം, പഞ്ചാബി നൈറ്റ്, അറബിക് നൈറ്റ്, എന്തൊക്കെ കല്യാണങ്ങളാണ്. കല്യാണം കഴിഞ്ഞാൽ അതോടെ അവസാനിക്കോ? അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വരവും പോക്കും, അടുക്കള കാണൽ, വർക്കേരിയ കാണൽ, എന്തൊക്കെ ചിലവാണ്. ചില ആൾക്കാരുടെ വീടോ അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ പല രൂപത്തിലും പണി കഴിയില്ല. ഒന്ന് അടുക്കള പിന്നിലേക്ക് എടുക്കണം, അടുക്കള പിഞ്ഞെടുത്തിട്ട് വേണം മുന്നിൽ പൊളിക്കാൻ, മുന്നിൽ പൊളിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വീടിൻ്റെ മുന്നിൽ മതിൽ കെട്ടാൻ, മതിൽ കെട്ടിയിട്ട് വേണം ഇൻ്റർലോക്ക് ഇടാൻ, ഇൻ്റർലോക്ക് ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ മുകളിലേക്ക് 2 റൂം എടുക്കാൻ, മുകളിലേക്ക് 2 റൂം എടുത്തിട്ട് വേണം ഇതൊക്കെ വിറ്റിട്ട് വേറെ സ്ഥലം വാങ്ങിപ്പോകാൻ അല്ലേ. ഇതാണ് ആഗ്രഹം. തീരൂല, ഇത് തീരൂല. അവിടെ എന്താണ്? പലിശ വരികയാണ്. എന്താ പലിശയുടെ പ്രത്യേകത? സഹോദരങ്ങളെ, നമ്മൾ ഭാര്യമാർ സ്വർണം ഭർത്താക്കന്മാരുടെ കയ്യിൽ കൊടുക്കും, എന്നിട്ട് പറയും നിങ്ങൾ വിൽക്കണ്ട, വിറ്റ പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? പണയം വെച്ചോളി എന്ന് പറയും. എന്താ പണയം വെക്കുക എന്ന് പറഞ്ഞാൽ, ഭർത്താവിനെ കൊണ്ട് നിങ്ങൾ 36 വ്യഭിചാരിയാക്കാണ്. ദിർഹമുർ റിബ, പലിശയുടെ 1 രൂപ എന്ന് പറഞ്ഞാൽ 36 വ്യഭിചാരത്തിന് തുല്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 36 വ്യഭിചാരം. അപ്പോൾ വിൽക്കലാണ് ഖൈറ്. ലോൺ എടുക്കാൻ, അണ്ണാച്ചി പലിശ എടുക്കാൻ അല്ലേ, വട്ടിപ്പലിശ, അണ്ണാച്ചി പലിശ എന്ന് പറഞ്ഞിട്ട് പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക. കല്യാണം നടക്കാൻ, വീടിൻ്റെ വലിപ്പം കൂട്ടാൻ, സൗകര്യങ്ങൾ കൂട്ടാൻ, ഫ്രിഡ്ജ് വാങ്ങാൻ, കാറ് വാങ്ങാൻ, സീറ്റ് കൂട്ടാൻ അല്ലേ, ഇങ്ങനെ വേണ്ടി പലിശക്ക് വാങ്ങുമ്പോൾ ഒരു ഖൈറുണ്ടാവില്ല. പലിശ കൊണ്ട് ഉണ്ടാക്കിയതിലൊന്നിലും പ്രിയപ്പെട്ടവരെ ശാശ്വതമായ നിലനിൽപ്പ് ഉണ്ടാകില്ല. ഇത് പ്രവാചകന്റെ പ്രവചനമാണ്. പലിശ ഇല്ലായ്മയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. എൻ്റെ നാട്ടിൽ സ്ത്രീയുണ്ട്, LICയിൽ പിന്നെ കോടിപതിയായ സ്ത്രീയാണ്. 1 കോടി രൂപ ഈ പെണ്ണ് 1 കോടി അടക്കാനുള്ള ആളുകൾ ഉണ്ടാക്കിയെടുത്ത സ്ത്രീയാണ്. പിന്നെ പേപ്പറിലും മറ്റുമൊക്കെ പരസ്യം വന്നു, LICയിലെ കോടിപതി. ഇന്നിപ്പോൾ എന്താ അവസ്ഥ എന്നറിയോ? ഇന്നൊരു ചെറിയ ഇതേപോലത്തെ ഒരു ടേബിൾ ഇട്ടിട്ട് സർവത്ത് വിൽക്കാൻ, വീട്ടിലരി പഠിക്കാൻ, സർവത്ത് വിൽക്കാൻ, നാരങ്ങ സോഡ വിൽക്കാൻ, മോരും വെള്ളം വിൽക്കാൻ, കോടിപതി. മനസ്സിലാവുണ്ടോ? പലിശയുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയെല്ലാം ഇടപെട്ടോ അവസാനം ഇല്ലാതെയായിത്തീരും. ലോട്ടറി, മദ്യത്തിൻ്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണിയതാണ്. നമസ്കരിക്കുന്ന മുസ്ലിമിൻ്റെ പോക്കറ്റിൽ ലോട്ടറിയാണ്. മദ്യം പോലെ കൂടത്തിൽ പറഞ്ഞ കാര്യമാണ്. ലോട്ടറി കച്ചവടക്കാർ നമ്മുടെ സമൂഹത്തിൽ എത്രയോ ഉണ്ട്. ആരാ? ഏറ്റവും അധികാരാണ് മുസ്ലിങ്ങളാണ്. എടുത്തു നോക്കുകയാണ്, ഭാഗ്യ പരീക്ഷണാണ്. കിട്ടിയാൽ കിട്ടും. സഹോദരങ്ങൾ, നന്നാവൂല, നന്നായൊരു ചരിത്രമില്ല. പിന്നെ ഏതൊരു വർഷത്തിൽ ഓണം ബമ്പറടിച്ചൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂസ് വന്നിരുന്നു. എന്താ അറിയോ? അദ്ദേഹം വീടിൻ്റെ കട്ടലയുടെ ഇരുമ്പൊക്കെ തൂക്കി വെക്കുകയാണ്. എന്തിന്? സാമ്പത്തികമായ പ്രതിസന്ധി മാറ്റാൻ വേണ്ടി. കോടിപതി, പിന്നെ എന്താ പറയുക, ഈ ഓണം ബമ്പറടിച്ച കോടിയടിച്ച ആളാണ്. അവസാനം വീടിൻ്റെ കട്ടലയുടെ അതുപോലെ തന്നെ ജനലിൻ്റെ കമ്പിയൊക്കെ ഊരി വെക്കുക. എന്തിന്? വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ഉണ്ടായത്? ഇതിലൊരു ഖൈറുണ്ടാവില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ സമ്പത്ത് പ്രിയപ്പെട്ടവരെ കൈകാര്യം ചെയ്യുന്നിടത്ത് നല്ല ശ്രദ്ധ നമുക്കുണ്ടാകണം. ഇതേപോലെ തന്നെയാണ് ഒരു പെണ്ണിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് നമുക്ക് ആരുടെ മുന്നിലും പ്രദർശിപ്പിക്കാനുള്ളതല്ല. മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കണമെന്ന് അറിയാത്ത 4ാം ക്ലാസ് വരെയെങ്കിലും ഏതെങ്കിലും ഒരു മദ്രസയിൽ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3ാം ക്ലാസ് വരെ പോയിട്ടുണ്ടെങ്കിൽ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയെല്ലാം മറക്കണമെന്നറിയാത്തൊരു സ്ത്രീ ഉണ്ടാവില്ല.
ഉണ്ടോ? നമ്മുടെ സമൂഹത്തിലില്ല. പക്ഷെയോ ഇങ്ങനെ ഉത്ബോധിപ്പിക്കപ്പെട്ട മുസ്ലിം സഹോദരിമാരുടെ വേഷം ഇന്ന് വളരെ മോശപ്പെട്ടു പോയി. നമ്മുടെ ഭാര്യമാരുടെ വേഷം, നമ്മുടെ പെൺകുട്ടികളുടെ വേഷം, ഇതിനധികം നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് ആൺകുട്ടികളുടെ വേഷം കെട്ടുന്നവരാണ്. ജീൻസ് പാൻ്റാണ്, ഷർട്ടാണ്, അല്ലെങ്കിൽ ബനിയനാണ്. റസൂലുള്ളാഹി പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞറിയോ? അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്നാണ്. അത് മേത്തുനിന്ന് പോകുമോ? ലഅനല്ലാഹ്, അള്ളാഹു ശപിച്ചിരിക്കുന്നു. വൽ മുത്തശബ്ബിഹാത്ത്, സാദൃശ്യം വെക്കുന്ന വേഷം ധരിച്ചവർ, ആൺവേഷം കെട്ടുന്ന പെണ്ണുങ്ങളെയും പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെൺകുട്ടികളുടെ വേഷം എന്ത് എന്ന് നമ്മൾ ശരിക്കും പരിശോധിക്കണം. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ഭാര്യമാരുടെ, നമ്മുടെ ഉമ്മമാരുടെ, സഹോദരിമാരെ നിങ്ങളുടെ വേഷം. ഇസ്ലാം പറഞ്ഞ ജിൽബാബ്, മറ, ഹിജാബ് നമ്മുടെ വേഷവിധാനത്തിലുണ്ടാകണം. നമുക്ക് ഏറിക്കൂടെ കാണിക്കാൻ അവകാശമുള്ള എന്താണ്? നമ്മുടെ മുൻകൈയും മുഖവും മാത്രമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി പോലും അന്യപുരുഷന്മാർ കാണരുത്, നമ്മുടെ കാല് പോലും അന്യപുരുഷന്മാർ കാണരുത്. നമസ്കരിക്കുമ്പോൾ മാത്രമാണ് കാല് മറക്കേണ്ടത്, അല്ലെന്നല്ലേ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചത്? ഞാൻ പറഞ്ഞതല്ലല്ലോ, മദ്രസാ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചതാണ്. കാല് പോലും ഒരു പെണ്ണിൻ്റെ ഔറത്താണ്, മുടി പോലും ഔറത്താണ്. ആ കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണാം, ഒരു ഷാൾ ഇട്ടിട്ട് മുസ്ലിമാണ് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷാള് തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചുറ്റുന്നവർ, അല്ലെങ്കിൽ കെട്ടുന്നവർ, അല്ലെങ്കിൽ തോളിലൂടെ ഇട്ടിട്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അങ്ങനെയുള്ള പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മാന്യമായ വേഷം നമ്മളെല്ലാവരും ധരിക്കണമെന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലൂടെ നമ്മോട് പറഞ്ഞത്. ഇനി സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കാൻ നമ്മളെ മക്കളുടെ വിഷയമാണ്. മക്കളുടെ വിഷയം എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഇന്ന് ഏറെ ബുദ്ധിമുട്ട് നമ്മളെ മക്കളെക്കുറിച്ചാണ് പലരും പല രൂപത്തിലും പറയാറുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് പരിഹാരം? എന്താണ് പരിഹാരം? ഒന്നാമത്തെ, മക്കൾക്ക് കൊടുക്കേണ്ട സമയങ്ങൾ കൃത്യമായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, മദ്രസാ ബോധം കിട്ടേണ്ട സമയങ്ങൾ ആ ബോധം കിട്ടണം. മദ്രസാ പഠനം കഴിഞ്ഞ് അവർക്ക് കിട്ടേണ്ട ദീനീപരമായ വിദ്യാഭ്യാസം അവർക്ക് നമ്മൾ കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ വിരല് കടിക്കുന്നൊരു ദിവസം വരാനുണ്ട്. എന്ന് മാത്രമല്ല, ഈ മക്കളെ വളർത്തിയത് കൊണ്ട് ഒരു പ്രയോജനവും നമുക്കില്ലാത്തൊരു ദിവസം ഈ ലോകത്ത് നമുക്ക് കിട്ടാനുണ്ട്. എന്നറിയോ? നമ്മൾ വെള്ള പുതച്ച ആളുകൾ നമ്മളെ കിടത്തിയിട്ട് നമ്മുടെ തലഭാഗത്ത് വന്ന് നമ്മുടെ നടുഭാഗത്ത് വന്ന് നിന്നിട്ട് നമസ്കരിക്കണം നമ്മളെ മക്കൾ, അല്ലേ? അതിൽ മൂന്നാമത്തെ തക്ബീർ കെട്ടിയിട്ട് ആ മയ്യത്ത് നമസ്കാരത്തിൽ അവർ പറയേണ്ട ഒരു വാചകം എന്ത്? അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു. ആ പ്രാർത്ഥന മൊത്തമായി നമ്മളെ മക്കൾ നിർവഹിക്കണം. എന്നാൽ ഇന്ന് നമ്മളെ കുട്ടികളെടുത്ത് നോക്കിയാൽ ഈ പ്രാർത്ഥന അവർക്ക് അറിയില്ല. അവർക്ക് മെസ്സിനെ അറിയാം, നെയ്മറിനെ അറിയാം, മെസ്സി പട വന്ന് പോയതറിയാം, ഇവിടേക്ക് എന്നാ ഇനി വരാൻ പോകണമെന്ന് അറിയാം, ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ചകൾ അറിയാം, അവർക്ക് ഗെയിമുകൾ അറിയാം, വ്ളോഗർമാരെ അറിയാം, അല്ലേ? ഇതൊക്കെ എല്ലാം അവർക്കറിയാം. പുതിയ കമ്പനി ബ്രാൻഡുകൾ ഏതാണ്, പുതിയ കാറുകൾ ഏതാണ്, പുതിയ മൊബൈലുകൾ ഏതാണ്, ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിദ്യാഭ്യാസം നമ്മളെ മക്കൾക്കുണ്ട്. എന്നാൽ ഉമ്മ വെള്ള പുതച്ച് കിടക്കുമ്പോൾ, ഉപ്പ വെള്ള പുതച്ച് കിടക്കുമ്പോൾ ആ ഭാഗത്ത് വന്ന് നിന്നിട്ട് അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറയാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെ മക്കളെ വളർത്തിയത്? ഒരു പ്രയോജനം നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾക്ക് മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ മദ്രസ കഴിഞ്ഞാൽ അവരുടെ ദീനി പഠനം കഴിഞ്ഞില്ല. മദ്രസ പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉന്തി തള്ളി വിടുമ്പോൾ പഠിക്കാൻ, ശരിക്കത് കഴിഞ്ഞിട്ടാണ് അവർക്ക് എന്ത് ചെയ്യേണ്ടത്? യഥാർത്ഥ വിദ്യാഭ്യാസം കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മക്കളെ നമ്മൾ മതവിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മൾ ബോധപൂർവം അകറ്റി നിർത്തി. അതിൻ്റെ പരിക്ക് നമ്മളിന്ന് അനുഭവിക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? റസൂലുള്ളാഹി പറയുന്നു, ഒരു മനുഷ്യൻ ഇന്ന റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന, ഒരു മനുഷ്യൻ മരിച്ചിട്ട് ആ മനുഷ്യന്റെ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഉയർത്തി കൊടുക്കുകയാണ്. ആ മനുഷ്യൻ ചോദിക്കും, അന്ന ഹാദ, അല്ലാഹുവേ എങ്ങനെയാണ് എൻ്റെ സ്വർഗ്ഗത്തിലെ ദറജ ഇങ്ങനെ ഉയർത്തപ്പെടുന്നത്? ആ മനുഷ്യനോട് പറയപ്പെടും, ബിഇസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ സന്താനം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഇസ്തിഗ്ഫാറിനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതാ നീ ചെയ്തതിൻ്റെ ഫലമല്ല, നിന്റെ സന്താനം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് നിനക്ക് സ്വർഗത്തിലെ ദറജ ഉയർത്തപ്പെടുന്നത് എന്നാണ്. അതുകൊണ്ട് ചെറുപ്രായം മുതലേ നമ്മളെ മക്കളെ ശ്രദ്ധിച്ചു കൊണ്ട് വളർത്തണം. ഇപ്പം ഈ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, നമ്മളെല്ലാവരും പറഞ്ഞു സ്വന്തം ഉമ്മാനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, സ്വന്തം വല്യമ്മാനെ കൊന്നു, മൂത്തുമ്മാനെ കൊന്നു, മൂത്താപ്പനെ കൊന്നു, കാമുകിയെ കൊന്നു, അനിയനെ കൊന്നു. നമ്മൾ വിചാരിച്ചു അവൻ കള്ളു കുടിച്ച് കൊന്നതാണെന്നാണ്, MDMA അടിച്ച് കൊന്നതാണെന്നാണ്. അവൻ MDMAക്ക് അടിമയല്ല, അവനെ അപ്പം കള്ളു കുടിച്ചിട്ടില്ല. മനസ്സിലാവുണ്ടോ? അവൻ്റെ കാരണം എന്താ? അവനെ കൊല്ലാനുള്ള കാരണം എന്താ?
അവന് സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് വന്നു, ക്ഷമിക്കാനുള്ള കഴിവില്ല, സഹിക്കാനുള്ള കഴിവില്ല. ഈ കൂട്ടത്തിലിരിക്കുന്ന ആളുകളെ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ചെറിയ പ്രായത്തിൽ, നമ്മുടെ കൗമാരത്തിൽ, നമ്മുടെ യൗവനത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആഗ്രഹിച്ച 10 കാര്യങ്ങളിൽ 10 കാര്യം നടന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? ആണും പെണ്ണും? ഇല്ല. 8 കാര്യം നടന്നിട്ടുണ്ടോ? ഇല്ല. 5 കാര്യം നടന്നിട്ടുണ്ടോ? ഇല്ല. 3 കാര്യം നടന്നിട്ടുണ്ടോ? ഇല്ല. ഒരു കാര്യം കിട്ടിയിട്ടുണ്ടാവും. അത് ചോദിച്ചപ്പോൾ തന്നെ കിട്ടിയോ? ഇല്ല. കാത്തിരിക്കേണ്ടി വന്നു അല്ലേ? ഒരു വസ്ത്രം ചോദിച്ചാൽ ഒരു പെരുന്നാൾ വരണം, അടുത്ത വസ്ത്രം വരണമെങ്കിൽ അടുത്ത പെരുന്നാളിനില്ല, അടുത്ത ചെറിയ പെരുന്നാൾ വരണം. ചെറിയ പെരുന്നാളിന് വസ്ത്രം വാങ്ങിയാൽ വലിയ പെരുന്നാളിന് വസ്ത്രമല്ല. ഒരു ചെരുപ്പ് വേണമെങ്കിൽ ഈ ചെരുപ്പ് പൊട്ടണം. അതുകൊണ്ട് ചിലരൊക്കെ ചെരുപ്പ് റോഡിലൊക്കെ ഒരതിരി നടന്നിട്ടുണ്ടാവും. എന്തിന്? ഈ ചെരുപ്പ് പൊട്ടിയാലേ വാപ്പ എന്ത് ചെയ്യുള്ളൂ, അടുത്ത ചെരുപ്പ് വാങ്ങി തരുള്ളൂ. അപ്പോൾ നമ്മൾ ചോദിക്കണമെല്ലാം നമുക്ക് കിട്ടിയില്ല. കിട്ടിയോ? ഇല്ല. കിട്ടാൻ നമുക്ക് കുറേ സാവകാശം പിടിച്ചു, കുറേ കാലം കാത്തിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് കാത്തിരിപ്പിൻ്റെ വില നമുക്കുണ്ട്. കിട്ടിയതിൻ്റെ വില നമുക്ക് മനസ്സിലാവുണ്ടോ? കിട്ടിയത് നമുക്കെല്ലാം നല്ല വില ഉണ്ടായിരുന്നു. ഇനി നമ്മളെ കുട്ടികളെ നമ്മൾ നോക്കി 10 കാര്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ എന്താ കൊടുക്കാത്തത്? 6 മണിക്ക് മന്തി വെച്ചാൽ 6:30 വീട്ടിൽ മന്തി എത്തി അല്ലേ? ഇന്ന് ഒരു വാശി ചോദിച്ചാൽ നാളെ വാപ്പ വൈകുന്നേരം വരുമ്പോൾ വാങ്ങിത്തരാം, നാളെ തന്നെ കിട്ടി. അതുകൊണ്ട് കിട്ടിയതിൻ്റെ വില നമ്മളെ കുട്ടികൾക്ക് മനസ്സിലായില്ല. കാത്തിരിക്കാൻ അവർ പഠിച്ചില്ല. ഈ കാത്തിരിക്കാൻ പഠിപ്പിക്കാത്തത് കൊണ്ട്, കിട്ടിയതിൻ്റെ വില അവർക്കറിയാത്തത് കൊണ്ട് അവർ നമ്മളെ കിട്ടാതെയാകുമ്പോൾ അവർ നമ്മുടെ ശത്രുക്കളായി. ഇതാണ് അഫാന് പറ്റിയത്. ഉമ്മ ശത്രുവായത് അങ്ങനെയാണ്. അവൻ്റെ 22ാമത്തെ വയസ്സിൽ അവൻ്റെ ബർത്ത്ഡേ കഴിക്കുന്നുണ്ട്. ഇസ്ലാമിൽ ബർത്ത്ഡേ കഴിക്കുക എന്നുള്ളൊരു പരിപാടിയില്ല, ആനിവേഴ്സറി പരിപാടിയില്ല. മനസ്സിലാവുണ്ടോ? ഈ കുടുംബ എന്താ പറയുക, നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ നടത്തും അല്ലേ? നമ്മളെ മക്കൾ ആ ഡേറ്റൊക്കെ ഓർമ്മ വെച്ചിട്ട് വാപ്പാനും മാനേക്കനെ കൂട്ടി നിർത്തിയിട്ട് പറയും, ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്ന് രണ്ടാളും കൂട്ടി നിന്നിട്ട് ഫോട്ടോ എടുത്തോളിന്ന് അറിയും. എന്നിട്ട് കുടുംബ ഗ്രൂപ്പിലൊക്കെ അയക്കും. സന്തുഷ്ട ജീവിതത്തിൻ്റെ 45 കൊല്ലം അല്ലേ? സന്തോഷ ജീവിതത്തിൻ്റെ 25 കൊല്ലം. സംഭവം രണ്ടാൾക്കും അറിയാം 25 കൊല്ലം വലിയ സന്തോഷമൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. എന്നാലും ഇവർ എഴുതിയോണ്ട് പിന്നെ അതങ്ങനെ പോവുകയാണ്. അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ല. വെഡ്ഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ. എന്താ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ? സഹോദരങ്ങളെ, മുട്ടായി കൊടുക്കാൻ വേണ്ടി കരയാൻ വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മളെ കുട്ടിക്ക് ഒരു വയസ്സ് തികഞ്ഞാൽ അവൻ്റെ മരണത്തിലേക്ക് ഒരു വയസ്സ് കഴിഞ്ഞു, അടുത്തോണ്ടിരിക്കുകയാണ്. എല്ലാവരും മുട്ടായി എന്നോളി, ഞാൻ മരിക്കാൻ പോവുകയാണ്. ബുദ്ധിയുള്ളൊരു ആലോചിച്ചോക്ക്. 25ാമത്തെ വയസ്സിൽ ബർത്ത്ഡേ. അപ്പം എന്താ, എൻ്റെ 25 വയസ്സ് കഴിഞ്ഞു, ഞാൻ മരണത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട, ഖബറിലേക്കുള്ള ദൂരം കുറയാണ്, എൻ്റെ ആയുസ് ഇങ്ങനെ ചുരുങ്ങിയേക്കാണ്, എല്ലാവരും തിന്നോളി, ഞാൻ പോവുകയാണ് സന്തോഷത്തിലൂടെ അല്ലേ? ഉണ്ടോ? ഇവരെല്ലാം ചെയ്യൂല. ശരി, ഈ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 22ാമത്തെ വയസ്സിലോ 21ാമത്തെ വയസ്സിലോ അവൻ്റെ ബർത്ത്ഡേ കഴിക്കുന്നുണ്ട്. അവൻ കേക്ക് മുറിക്കണം. ആ കേക്ക് മുറിക്കുന്ന സമയത്ത് അവൻ്റെ ഉമ്മ നിൽക്കുന്നുണ്ട്, അവൻ്റെ അനിയൻ നിൽക്കുന്നുണ്ട്, അവൻ്റെ കാമുകി നിൽക്കുന്നുണ്ട്. അവൻ കേക്ക് മുറിച്ചിട്ട് ആർക്കാ കൊടുത്തിട്ടുണ്ടാകുക? അവൻ ആദ്യം തലക്കടിച്ച് ഉമ്മാനാണ് അല്ലേ? അവൻ കേക്ക് മുറിച്ചിട്ട് ആദ്യം കൊടുത്ത് ഉമ്മാക്കാണ്. മനസ്സിലാവുണ്ടോ? എന്ന് പറഞ്ഞാൽ അവൻ്റെ 21ാമത്തെയും 22ാമത്തെയും വയസ്സിൽ കേക്ക് മുറിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. നല്ല സന്തോഷ ജീവിതമാണ്, പൈസക്ക് ഉണ്ട്, ഒരു കുഴപ്പമില്ല, ചോദിച്ചതെല്ലാം കിട്ടുന്നുണ്ട്. കുറച്ച് വർഷം കഴിഞ്ഞ് വാപ്പ കടവും ബുദ്ധിമുട്ടായി, വാപ്പ ഇവിടുന്ന് വണ്ടി കയറിപ്പോയി, പിന്നെ ചോദിക്കുമ്പോൾ പൈസ ഒന്നും കിട്ടാനില്ല. അപ്പോഴാണ് അവൻ്റെ ഉമ്മ ശത്രുവായത്. അല്ലാണ്ട് ഉമ്മാനോട് മുന്നേ ഒരു വൈരാഗ്യമില്ല അവനക്ക്, കിട്ടുമ്പോഴൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് ഉമ്മാനെ തലക്കടിച്ചു. ഉമ്മ മരിച്ചു വിചാരിച്ചിട്ട് ആ വീട്ടിലത് അറിയണത് വല്യമ്മൻ, അങ്ങനെ വല്യമ്മാനെ കൊന്നു, അവൻ രക്ഷപ്പെടണം. പിന്നെ മൂത്താപ്പാൻ അടുക്കലേക്ക് ചെന്ന്, എന്നിട്ട് മൂത്താപ്പാൻ്റെ അടുത്ത് പൈസ വെച്ചു. മൂത്താപ്പ നിരസിച്ചപ്പോൾ മൂത്താപ്പാനെ കൊന്ന്. പിന്നെ മൂത്താപ്പ അവിടെ മരിച്ചത് ആകെ അറിയണത് മൂത്തുമ്മൻ, അതുകൊണ്ട് മൂത്തുമ്മാനെയും കൊന്ന്. പിന്നെ കാമുകിനെ വിളിച്ചു വരുത്തി, അവളോട് കാര്യങ്ങൾ പറഞ്ഞ് അവളുടെ സ്വർണ്ണം വിറ്റ് മുങ്ങണം. അവൾക്ക് പേടിയായി, ഭയമായി, അവൾ വിസമ്മതിച്ചപ്പോൾ അവളെയും കൊന്ന്. ഇനിയിപ്പോൾ ഇവന് ഇവിടെ ആരുമില്ല. അപ്പോൾ ഇവന് ഞാൻ ആത്മഹത്യ ചെയ്യണം. അപ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇവിടെ ഒരാൾ തടസ്സമുണ്ടാരാ? അനിയനുണ്ട്. അപ്പം ഞാൻ മരിച്ചാൽ ഉമ്മയില്ലാതെ, വല്യമ്മയില്ലാതെ, മൂത്താപ്പയില്ലാതെ, മൂത്തുമ്മയില്ലാതെ ഇവൻ എങ്ങനെ ജീവിക്കും? എനിക്ക് മരിക്കും വേണം, ഇവനിവിടെ ജീവിക്കും വേണം. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ ഇവനും ബുദ്ധിമുട്ടും. അതുകൊണ്ട് സ്നേഹം കൊണ്ട് അനിയനെയും കൊന്നു. അതല്ലേ നാട്ടുകാർ പറഞ്ഞത്? അവരൊരുമിച്ച് വണ്ടിയുമ പോണത്, ഒരുമിച്ച് പള്ളിയിൽ നിന്ന് പോണത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അവൻ അനിയനെ കൊന്നത് ഞങ്ങൾക്ക് അറിയില്ലെന്നാണ്. സ്നേഹം കൊണ്ട് കൊന്നതാണ് അനിയനെ, ശത്രുവായതല്ല അനിയൻ, സ്നേഹം കൊണ്ട് കൊന്നതാ. ഞാൻ മരിച്ചാൽ എൻ്റെ അനിയൻ എങ്ങനെ ജീവിക്കുമെന്ന ആ സ്നേഹം കൊണ്ട് അനിയനെയും കൊന്നിട്ട് അവൻ വിഷം കുടിച്ചു എന്നാണ്. അത് കേസിൻ്റെ സ്റ്റഡി അങ്ങനെയാണ്. മനസ്സിലാവുണ്ടോ? ഇവനെങ്ങനെ ആക്കിയത് ആരാണ്? സമ്പത്താണ്.
ചോദിച്ചതെല്ലാം കൊടുത്ത് വളർത്തിയപ്പോൾ കിട്ടാതെയായപ്പോൾ എന്തായി? കൊടുക്കാത്തവരെല്ലാം ശത്രുക്കളായി മാറി. അതുകൊണ്ടാണ് നമ്മളെ മക്കൾക്ക് എന്ത് ചെയ്യരുത്, നമ്മൾ ചോദിച്ചതെല്ലാം അപ്പപ്പോൾ കൊടുക്കരുത് എന്ന് പറയുന്നത്. കുറച്ച് സാവകാശം കൊടുക്കട്ടെ, മനസ്സിലുണ്ടോ? കുറച്ച് സമയം കൊടുക്കട്ടെ. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മളെ മക്കൾ ഇന്ന് കാണുന്ന കാഴ്ചകളെല്ലാം മനോഹരമായ കാഴ്ചകളാണ്. അവർ ഫോൺ തുറക്കുമ്പോൾ സുഭിക്ഷമായ ഭക്ഷണമാണ് അല്ലേ? ലഡാക്കിലെയും കാശ്മീരിലെയും കുളു മണാലിയിലൊക്കെ നല്ല മഞ്ഞ് പുതച്ച് കിടക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യം അവർ കാണാൻ, മഞ്ഞുവാരി വലിച്ചെറിയാൻ, നല്ല മാംസം അവർ കാണാൻ, പുക പുറക്കുന്ന ഭക്ഷണം കാണാൻ. എന്നാൽ അവരൊക്കെ പറയും ഇവിടെ ഇതൊന്നും അനുഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ജീവിതം വെറുതെയാണ് എന്ന് പറയുമ്പോൾ നമ്മളെ മക്കളുടെ മനസ്സിലേക്കുണ്ട് ഇതൊക്കെയാണ് ജീവിതം, നമുക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന്. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, നമ്മളെ മക്കളെ നമ്മൾ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകണം, മരിച്ച വീട്ടിൽ കൊണ്ടുപോകണം, ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകണം, മനസ്സിലുണ്ടോ? രോഗികളുടെ മുന്നിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. വാപ്പയും മകനും കൂടി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലേ വാപ്പ പറയരുത് ഞാൻ മറമാടിയിട്ട് വരണ്ടേക്ക് പോയിക്കോന്ന് പറയരുത്. എന്തെന്നറിയോ? ഓനും പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകണം, എന്നിട്ട് ഖബർ കാണിച്ചു കൊടുക്കണം, മനസ്സിലാവുണ്ടോ? എന്നിട്ട് അതിലേക്ക് നോക്കാൻ പറയണം. അപ്പോൾ അവനിങ്ങനെ ചെറിയൊരു ബോധം ഉണ്ടാവും. ഒരു രോഗിയുണ്ട് നമ്മളെ കുടുംബത്തിൽ, നിങ്ങളിവിടെ ഇരുന്നോളി രാത്രി വരെ, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് ഭാര്യയും ഭർത്താവും പറയരുത്, അവരെയും കൂട്ടി പോകണം. ആ രോഗി ചുമക്കണത് കുരക്കണത് അവരുടെ മൂത്രം മണക്കുന്ന ആ റൂമിലേക്ക് നമ്മളെ കുട്ടികളെ നമ്മൾ കയറ്റിയിട്ട് അവിടെ ഇരുത്തണം കുറച്ചു നേരം, മനസ്സിലാവുണ്ടോ? ഒക്കെ കാണിച്ചു കൊടുത്ത് തിരിച്ചു വരുമ്പോൾ പറയണത് ഇത്രയേ ഉള്ളൂലേ ജീവിതം എന്നൊരു കാര്യം പറഞ്ഞാൽ മതി, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, കുറേ കണ്ടവർക്ക് കിട്ടിയിട്ടുണ്ട്, മനസ്സിലാവുണ്ടോ? എന്നിട്ട് അവരുടെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുപ്പിക്കുക അല്ലേ? ഒരു കവറ് അല്ലെങ്കിൽ ഒരു 500 രൂപ നമ്മൾ കൊടുക്കണ മരുന്ന് വാങ്ങാനെങ്കിൽ നമ്മളെ മക്കളുടെ കൈ കൊണ്ട് നമ്മൾ കൊടുപ്പിക്കുക. അതിലൂടെ അവർക്ക് കുറേ കിട്ടാനുണ്ട്. ഇപ്പം നമ്മൾ മക്കൾക്ക് ഭക്ഷണം വേണ്ടെന്ന് പറയുമ്പോൾ ഫലസ്തീനിലെ കുട്ടികളെ കാഴ്ച കാണിച്ചു കൊടുത്താൽ അല്ലേ? ഫലസ്തീനിലെ കുട്ടികളുടെ കാഴ്ച നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി. അപ്പം മനസ്സിലാവും ഒരു ഭക്ഷണത്തിൻ്റെ വില, ഒരു വെള്ളത്തിൻ്റെ വില, ഒരു ഉരുള ചോറിൻ്റെ വില അപ്പം മനസ്സിലാവും. അതല്ലാതെ നമ്മൾ ഈ കാണുന്ന കുറേ കാഴ്ചകൾ അത് നിരന്തരമായി കണ്ടാൽ നമ്മളെ കുട്ടികൾക്ക് നമ്മളെ വീടിൻ്റെ സൗകര്യം പറ്റൂല, വാപ്പാനെ പറ്റൂല, ഉമ്മാനെ പറ്റൂല, ഭക്ഷണം പറ്റൂല, രുചി പറ്റൂല, ഒന്നിനും പറ്റൂല, മനസ്സിലാവുണ്ടോ? നമ്മൾ തന്ത വൈബും നമ്മൾ തള്ള വൈബാവും അല്ലേ? ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് കാറ് വാങ്ങി വാപ്പ വന്നപ്പോൾ വാപ്പ വിചാരിച്ചത് കുട്ടികളൊക്കെ നല്ല അഭിപ്രായം വരും, സന്തോഷിക്കുന്നതാണ്. കുട്ടികൾ തിരിഞ്ഞു നോക്കണില്ല, എന്താ പറയുന്നറിയോ? ഇത് തന്താരക്കാരാണെന്നാണ് അല്ലേ? ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് പാടുപെട്ട് അധ്വാനിച്ചിട്ട് സ്വന്തം കാശ് കൊടുത്ത് ലോണില്ലാതെ മേടിച്ചതാണ്. പക്ഷെ മക്കൾക്ക് പറ്റില്ല, എന്തേ? മക്കൾ കണ്ട കാഴ്ച മൊത്തം വേറെയാണ്. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് ഇതേപോലെ കിട്ടിയതിൽ അവർക്ക് തൃപ്തിപ്പെടാൻ എന്ത് ചെയ്യണം? ഇത്തരം കാഴ്ചകളിലേക്ക് ബോധപൂർവം നമ്മൾ എന്ത് ചെയ്യണം? എത്തിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് മക്കളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളത് വലിയ അധ്വാനമാണ്. അതുകൊണ്ട് തന്നെ ആ മക്കൾക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ലോകം അറിയപ്പെടുന്നൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കുരുത്തം കെട്ട ജീവിതം നയിക്കാൻ. അപ്പോൾ അദ്ദേഹം മകൻ ഉപദേശിക്കാത്ത ദിവസങ്ങളില്ല, കുറേ വട്ടം ഉപദേശിച്ചു, മകൻ കേൾക്കണില്ല. അവസാനം അദ്ദേഹം ഒരു ദിവസം എന്ത് ചെയ്യുന്നു അറിയും? പറഞ്ഞു സഹി കെട്ടിട്ട് അദ്ദേഹം ഒറ്റ കാര്യം ചെയ്തത്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി വിങ്ങിപ്പൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അള്ളാഹുവേ, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിർവഹിക്കാനുള്ളതെല്ലാം നിർവഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദിബൂഹു, നീ അവനെ മര്യാദ പഠിപ്പിക്കണേ, എന്നെക്കൊണ്ട് കഴിയാനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. അവസാനം ആ മകൻ മാറിയൊരു പ്രാർത്ഥന കൊണ്ട് ചരിത്രം പറയാണ്, ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൻ അലി എന്നവർ വലിയ പണ്ഡിതനായി മാറി. പിന്നീട് വാപ്പനെ പറഞ്ഞ് മകനെ പരിചയപ്പെടുത്തണോ, അതല്ല മകനെ പറഞ്ഞ് വാപ്പയെ പരിചയപ്പെടുത്തണോ എന്ന സംശയമായി ചരിത്രകാരന്മാർക്കെന്നാണ്. അത്രയും വലിയ പരിവർത്തനമുണ്ടായി. അതുകൊണ്ട് പ്രാർത്ഥന നിസ്സാരമല്ല. ഇപ്പോൾ ഒരു നായ നമ്മുടെ നേരെ വരുമ്പോൾ കയ്യിൽ കല്ലുണ്ട്, ആ കല്ലും പിടിച്ച് ഓടുന്നവനെ കുറിച്ച് നമ്മളെന്താ പറയുക അല്ലേ? വിവരമില്ലാത്തവനാണ്. ആ കല്ലൊന്നും എടുത്ത് ഇങ്ങനെ കാട്ടിയാൽ മതി, ആ കല്ലെടുത്തൊന്ന് എറിഞ്ഞാൽ മതി. നല്ല കൂരിരുട്ട്, ടോർച്ച് കയ്യിലുണ്ട്, പക്ഷെ അതിൻ്റെ സ്വിച്ച് ഓണാക്കാതെ അതിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന മനുഷ്യനെ കുറിച്ച് നമ്മളെന്താ പറയുക? വിഡ്ഢിയാണ് എന്ന് പറയും. ഇതേപോലെ നമ്മുടെ കയ്യിൽ ഒരു ആയുധമുണ്ട്, ആ ആയുധമാണ് നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് പ്രിയപ്പെട്ടവരെ വലിയ മൂർച്ചയുണ്ട്. ഏത് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടിലാണെങ്കിലും ആ പ്രാർത്ഥന എന്ന ആയുധമെടുത്താൽ നമുക്കൊരു പരിഹാരമുണ്ടാകും.
അതുകൊണ്ട് കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അവർ നമ്മളെ പോറ്റിയത്, അവർ നമ്മളെ വളർത്തിയത്, അവർ നമ്മളെ ശുശ്രൂഷിച്ചത്, അവർ നമുക്ക് വേണ്ടി ഉറക്കമൊടിച്ചത്, അവർ നമ്മുടെ കാല് തടവിയത്, അവർ നമ്മുടെ കണ്ണിൽ പിന്നെ ഉമ്മ തന്നത്, അല്ലേ? എന്തെല്ലാം ഓർമ്മകൾ നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് നമുക്കുണ്ടാകും. അവർ പട്ടിണി കിടന്ന് നമ്മളെ ഊട്ടിയത്, ഇതെല്ലാം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്കേ കഴിയുള്ളൂ. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി, മരണപ്പെട്ടവരാണെങ്കിൽ നിരന്തരമായി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജീവിച്ചിരിക്കുന്നവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ ആരോഗ്യം, അവരുടെ സൗഖ്യം, ഇതെല്ലാം നമ്മുടെ പ്രശ്നങ്ങളാണ്, നമ്മുടെ പ്രതിസന്ധിയാണ്. ഇതേപോലെ തന്നെ അവർക്ക് വേണ്ടി ഉറക്കമൊഴിക്കാൻ അവസരം കിട്ടിയാൽ നമ്മൾ ഉറക്കമൊഴിക്കേണ്ടവരാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രിയപ്പെട്ടവരെ സമ്പാദ്യം ചെലവഴിക്കേണ്ടവരാണ്. വാപ്പയുടെ പെൻഷൻ്റെ പണം കിട്ടിയിട്ട് മതി വാപ്പൻ്റെ ഗുളിക വാങ്ങാം എന്നല്ല തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ ആ തുക കഴിഞ്ഞാൽ പിന്നെ വാപ്പയെ നോക്കാനുള്ള അവകാശം എനിക്കില്ല എന്നല്ല നമ്മൾ പറയേണ്ടത്. ഒരു പെൻഷൻ്റെ തുകയും നോക്കാതെ, ഒന്നും നോക്കാതെ നമുക്ക് വേണ്ടി അധ്വാനിച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് നമ്മുടെ ഉമ്മയുടെ ഭക്ഷണം അതെന്തായിരുന്നു നമുക്കറിയാം, അല്ലേ? രാത്രി എല്ലാവരും കഴിച്ച് ബാക്കിയാകുന്നത് കഴിച്ച് ഉറങ്ങിയവർ. നമ്മളെ എന്നും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. മക്കൾക്ക് വേണ്ടിയാണ്. ഇവിടെ കുട്ടികളുണ്ട്, അല്ലേ? കൗമാരക്കാരുണ്ട്. ഞാൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മുടെ ഉമ്മയുടെ കയ്യിൽ കുറേ മുറിവുകളുണ്ടാവും, പൊള്ളിയ പാടുകളുണ്ടാവും. നമ്മുടെ കയ്യിൽ ഒരു മുറിവുമില്ല, നമ്മുടെ കയ്യിൽ ഒരു പക്ഷേ പൊള്ളിയ പാടില്ല. നമ്മുടെ ഉപ്പയുടെ കയ്യിൽ തഴമ്പുണ്ടാകും, നമ്മുടെ ഉമ്മയുടെ കയ്യിൽ മുറിവുണ്ടാകും. ആ മുറിവ് എവിടെ നിന്ന് വന്നു എന്ന് വെച്ചാൽ അത് ഉമ്മാക്ക് വേണ്ടി മുറിച്ചതല്ല, നമുക്ക് വേണ്ടി മുറിച്ചതാണ്. ആ ഉമ്മയുടെ തഴമ്പെങ്ങനെ നമുക്ക് വേണ്ടി പണിയെടുത്തതാണ്. നമ്മൾ നന്നായി ഭക്ഷണം കഴിക്കാനും നല്ല രൂപത്തിൽ സുഖത്തിൽ കഴിയാനും വേണ്ടി നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണവർ. ഇനി അനിച്ചേക്കാം, നമ്മളെ കുട്ടികൾക്ക് നമ്മളെ ശമ്പളം അറിയോ? ഇരിക്കുന്ന ചെറിയ കുട്ടികളോടും ചോദിക്കുകയാണ്, കൗമാരക്കാരോടും ചോദിക്കുകയാണ്, നമ്മളെ വാപ്പാടെ സാലറി നമുക്കറിയോ? സാലറി നമുക്കറിയില്ല. ചോദിച്ചാലും നമ്മളെ വാപ്പാരത് പറഞ്ഞുതരില്ല. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോ എന്നാണ് പറഞ്ഞുതരാം. കാരണം അത്രയും ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടുമാണ് അവർ നമ്മളെ എല്ലാ അർത്ഥത്തിലും എന്ത് ചെയ്യുന്നത്, കൊണ്ട് നടക്കുന്നത്. അതിൻ്റെ വില അറിയണമെങ്കിൽ ഇതൊന്ന് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകണം, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകണം. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ ഞാൻ എൻ്റെ ഉപ്പയുടെ കബറിടം സന്ദർശിച്ച് തിരിച്ചു വരുമ്പോൾ എൻ്റെ സുഹൃത്തിനെ കണ്ട്. അപ്പോൾ ഞാൻ അവനോട് എന്താ അവിടെ നിൽക്കണമെന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ ഈ പള്ളിക്കാട് മൊത്തം തിരഞ്ഞ് എൻ്റെ ഉപ്പാൻ്റെ കബർ എനിക്ക് കിട്ടിയില്ല എന്നാണ്. മനസ്സിലാവുണ്ടോ? എൻ്റെ പിതാവ് എൻ്റെ 1.5 വയസ്സിലാണ് മരണപ്പെട്ട്. അപ്പോൾ അന്ന് ആളുകൾ അവിടെ കബർ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതുകൊണ്ട് ആ കബറിൽ ചെന്ന് പ്രാർത്ഥിക്കാനുള്ള തൗഫീക്ക് എനിക്ക് കിട്ടി. അപ്പോൾ എൻ്റെ ഒരു അയൽവാസിയുണ്ട്, അവനാകട്ടെ അവൻ്റെ ഉമ്മ ഗർഭം ധരിച്ച സമയത്താണ് അവൻ്റെ ഉപ്പ മരണപ്പെട്ടത്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ഉപ്പയുടെ പേരും അഡ്രസ്സും വെച്ച് തിരയാൻ ഒരു സ്ഥലം ആർക്കും അറിയില്ല. അപ്പോൾ അവനോട് പറഞ്ഞു വെച്ചാൽ, അനക്കൊരു കബറുണ്ട്, ഞാനെന്താ ചെയ്യാന്നാണ്. മനസ്സിലാവുണ്ടോ? ഞാനെന്താ ചെയ്യാന്നാണ്. എൻ്റെ ഉപ്പതാ ഇവിടെയാണ് കിടക്കണത് എന്ന് പോലും കാണാൻ ഭാഗ്യം കിട്ടാത്ത ആളുകളുണ്ട് ലോകത്ത്. കളിച്ചൊക്കെ നമുക്ക് നമ്മളെ വാപ്പുള്ളപ്പോൾ നമ്മളെ ഉമ്മ ഉള്ളപ്പോൾ അതിൻ്റെ വില നമുക്കറിയില്ല. ഉമ്മയില്ലാത്തൊരു അടുക്കള നമ്മൾ ആലോചിക്കുമ്പോൾ, ഉപ്പയില്ലാത്തൊരു റൂം, അല്ലെ, ഉപ്പയില്ലാത്തൊരു ഹാളും സിറ്റ് ഔട്ടും നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഉപ്പയുടെ വില നമുക്ക് മനസ്സിലാകുക. പിന്നെ പിതുമ്പിയിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല. ഉപ്പ മരിച്ചിട്ട് ഉപ്പാൻ്റെ വാച്ച് കയ്യിൽ കാണുമ്പോൾ, അല്ലേ, ഉപ്പാടെ വസ്ത്രം കാണുമ്പോൾ, ഉപ്പാടെ ചെരുപ്പ് കാണുമ്പോൾ വിങ്ങിപ്പൊട്ടാത്തവരുണ്ടാവില്ല. പക്ഷേ ജീവിതകാലത്ത് മാതാപിതാക്കൾക്ക് കൊടുക്കാനുള്ള സ്നേഹം നമ്മൾ കൊടുക്കണം. അതിൽ ഏറ്റവും മര്യാദ എന്താണെന്നറിയോ? സലാം പറയണം ഉമ്മാനോടും ഉപ്പാനോടും. ബന്ധങ്ങൾ അവിടെ തുടങ്ങുക. സലാം പറയണം, കൈ പിടിക്കണം, ഉപ്പാടെ കൈ പിടിക്കണം, ഉമ്മാൻ്റെ കൈ പിടിക്കണം, സലാം പറഞ്ഞ് തുടങ്ങണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് പോകുമ്പോൾ നല്ല രൂപത്തിൽ വർത്തിക്കണം. സഹോദരങ്ങളെ, അവിടെയാണ് സ്നേഹം കളിയാടുള്ളൂ വീട്ടിൽ. ആ വീട്ടിൽ നിന്ന് പിന്നീട് നമ്മളെ മകൻ മരിച്ചു പോയാലും ഉമ്മക്കൊരു സമാധാനമുണ്ട്, എന്നോട് നല്ല രൂപത്തിലായിരുന്നു, അല്ലേ? ആ ഉമ്മാടെ മനസ്സിൽ നിന്നൊരു പ്രാർത്ഥന വരാനുണ്ട്. അത് വേറെ ആര് പ്രാർത്ഥിച്ചാലും കിട്ടാത്തൊരു പ്രാർത്ഥനയാണ്. വേറെ ആര് നമുക്ക് വേണ്ടി ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരുമിച്ച് കൂടിയിട്ട് ആ മനുഷ്യന് പുറത്തു കൊടുക്കണേ എന്ന് ഒന്നടങ്കം ആമീൻ പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ കിട്ടാത്തൊരു പ്രാർത്ഥന. ഉമ്മാടെ മനസ്സിൽ നിന്നൊരു ശബ്ദവുമില്ലാതെ ഉമ്മാടെ നേർത്ത ശബ്ദത്തിൽ നിന്നൊരു പ്രാർത്ഥന വന്നാൽ മതി നമ്മുടെ ഖബർ വെളിച്ചമാകാൻ, നമ്മുടെ പരലോകം ധന്യമാകാൻ. ഇതില്ലെങ്കിലോ, നമുക്കെതിരായി നമ്മുടെ ഉമ്മയുടെ കണ്ണ് നിറയുകയാണെങ്കിൽ, നമ്മുടെ വാപ്പ കണ്ണുകൾ നിറക്കുകയാണെങ്കിൽ, എവിടെ കൊണ്ടുപോയി തീർത്താലും അതിൻ്റെ ഭാരം നമ്മൾ തീരൂല സഹോദരങ്ങളെ. അതുകൊണ്ട് ഉമ്മയാണ് വലുത്, ഉപ്പയാണ് വലുത്. അതുകൊണ്ട് ആ ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കുമ്പോൾ ഭവ്യതയോടെ, താഴ്മയോടെ, ശബ്ദം താഴ്ത്തി, ഒരു യജമാനന്റെ മുന്നിൽ
ഒരു യജമാനന്റെ മുന്നിൽ തെറ്റ് ചെയ്ത അടിമ നിൽക്കും പോലെ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കണം. സലാം പറയണം, സ്നേഹിക്കണം, അടുത്തിരിക്കണം, കൈ പിടിക്കണം. മനസ്സിലാവുണ്ടോ? അങ്ങനെ ചേർത്തു പിടിച്ചു മുന്നോട്ട് പോകുമ്പോൾ സന്തോഷമുണ്ടാകും. ഇതല്ല, ഇന്നിപ്പോൾ പരസ്പരം ഇല്ല, ഒരു ബന്ധമില്ല. വീട്ടിൽ വരുന്നു, പോകുന്നു, അവർ രാവിലെ ഇറങ്ങി പോകുന്നു, പലരും പല സമയത്തും വന്നിറങ്ങി പോകുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത്, ദിനിയായ തമാശകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കുടുംബത്തിലുണ്ടാകും. ഒരുമിച്ചിരുന്ന് ഖുർആൻ ഓതുന്ന, ഒരുമിച്ച് സുന്നത്തുകൾ നമസ്കരിക്കുന്ന അങ്ങനൊരു മതപരമായൊരു കുടുംബത്തെ കെട്ടിപ്പടുത്താൽ സഹോദരങ്ങളെ എത്ര സന്തോഷമാണ്, എത്ര സമാധാനമാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല, ഒരു പരീക്ഷണം വന്നാലും അതൊരു പ്രയാസമല്ല. അങ്ങനെ എല്ലാ നിലക്കും നമുക്ക് ക്ഷമയോടെ സഹനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. നാളെ സ്വർഗത്തിൻ്റെ മുന്നിൽ നമുക്ക് വേണ്ടി വിളിച്ചു പറയണം, ഉദ്ഖുലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കയറിക്കോളൂ, അൻതും വ അസ്വാജുക്കും തുഹ്ബറൂൻ, നിങ്ങൾ കുടുംബസമേതം ഇണകളോടുകൂടി ഈ കുടുംബത്തോടുകൂടി നിങ്ങൾ സ്വർഗത്തിലേക്ക് കയറിക്കോളൂ എന്ന് പറയുന്ന ആ സുദിനത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കണം. ആ സ്വർഗത്തിൻ്റെ കാഴ്ചകളാണ് ഇവിടുത്തെ കാഴ്ചകളേക്കാൾ മനോഹരമാണ് എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കണം. ഇവിടുത്തെ ഏത് പട്ടിണിയും പരിവട്ടങ്ങളേക്കാൾ സുഖമുള്ള സമാധാനമുള്ളൊരു ജീവിതം നമുക്ക് വരാനുണ്ട്. അവിടെ എൻ്റെ മക്കളുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ, എൻ്റെ ഇണകളുടെ കൂടെ കഴിയണമെന്ന ആഗ്രഹം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. കൺകുളിർമയാണ്, സമാധാനമാണ്, സ്വസ്ഥതയാണ്, അല്ലേ? മുത്തഖീങ്ങൾക്ക് ഇമാമാണ്. ആ നിലക്ക് നമ്മളെ പ്രാർത്ഥനകൾ അത് വരണം സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പീസ് റേഡിയോ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട വലിയൊരു സംവിധാനമാണ്. ദീന് പഠിക്കാൻ ഭാര്യമാർക്ക്, മക്കൾക്ക്, അതുപോലെ തന്നെ മുതിർന്ന മാതാപിതാക്കൾക്ക് ഒക്കെ ദീന് കേൾക്കാനുള്ള 24 മണിക്കൂറും ദീന് കേൾക്കാനുള്ള സംവിധാനം പീസ് റേഡിയോ. അത് നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോർ ഓണാക്കിയിട്ട് നമ്മൾ പിന്നെ പീസ് റേഡിയോ എന്നടിച്ചു കഴിഞ്ഞാൽ ഒരു പച്ച നിറത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. 24 മണിക്കൂറും ദീനിയായ കാര്യങ്ങൾ കേൾക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പല മാസികളും വരുന്നുണ്ടാവും. എന്നാൽ മതപരമായി നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതുപോലെ തന്നെ ആനുകാലിക സംഭവങ്ങളിൽ നമുക്കൊരു ധാരണ കിട്ടാൻ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വരുത്തേണ്ട ഒരു മാസികയുണ്ട്, വാരികയുണ്ട്. അതാണ് നേർപ്പദം വാരിക. ആ വാരിക വരി ചേരേണ്ട ഒരു സമയമാണ്. 550 രൂപ ഉണ്ടെങ്കിൽ ആർക്കും അതിൽ വരി ചേരാം. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിലത് ഉണ്ടാകണം. അതൊരുമിച്ച് വായിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഉണ്ടാകണം. അതുപോലെ തന്നെ ഇതുപോലത്തുള്ള കുടുംബ സംഗമങ്ങൾ, ക്ലാസ്സുകൾ നമ്മുടെ വീട്ടിലും സംഘടിപ്പിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. QHLSകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ QHLSകൾ നമ്മൾ ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് പങ്കെടുക്കുന്ന അവസ്ഥകൾ ഉണ്ടാകണം. അതിനിപ്പോൾ ഒരു 30 രൂപ ഓട്ടോറിക്ഷയ്ക്ക് എല്ലാ ആഴ്ചയിലും ചിലവാണെങ്കിൽ ആ ചിലവ് നമുക്കൊരു പ്രയാസമാകരുത്. 50 രൂപയാണ് ഒരു ദിവസം പിന്നെ ഒരു ഖുർആൻ ക്ലാസ്സിന് നമുക്ക് ചിലവെങ്കിൽ അതൊരു ചിലവ് നമുക്ക് 50 രൂപ ഖുർആൻ പഠിക്കാനാണ്. മനസ്സിലാവുണ്ടോ? അത് നമുക്കൊരു ചിലവല്ല. അതുകൊണ്ട് കുടുംബസമേതം 1 മണിക്കൂറാവും ചിലപ്പോൾ ഉണ്ടാകുക, 1.5 മണിക്കൂറാവും ഉണ്ടാകുക. അത് നമ്മൾ നിർബന്ധമായും പങ്കെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും നമ്മെ സാക്ഷിയാക്കുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മിൽ നിന്ന് വഴിമാറ്റുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ സന്താനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.